നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഭാരതവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ. മോദിയുമായി ചർച്ച നടത്താമെന്ന് ഷെഹബാസ് ഷെരീഫ്. പ്രഖ്യാപനം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ. അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തം. INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടിയ മുജീബ് റഹ്മാന് പാക് ബന്ധമെന്ന് സംശയം. പ്രതി ഭീകര സംഘടനകളുടെ സമൂഹ മാധ്യമങ്ങൾ പിന്തുടർന്നിരുന്നതായി കണ്ടെത്തൽ. പ്രതിയെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി പോലീസ്. അർബൻ മാവോയിസ്റ്റ് ഭീകരർക്ക് PFI ബന്ധം. മാവോയിസ്റ്റുകളുടെ മറപറ്റിയും PFI ഭീകരവാദികളുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ. അന്വേഷണം ശക്തമാക്കി NIA. സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ചയാൾ മരിച്ചു. മരിച്ചത് തലവടി സ്വദേശി രഘു. തുർക്കി കമ്പനി സെലബിക്കെതിരെ കേന്ദ്ര നടപടി. സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കി. ജനം ബിഗ് ഇംപാക്ട്. സെലബിയെ നിയന്ത്രിക്കുന്നത് തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകൾ. പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറുന്നത് സുമയ്യയുടെ ഭർത്താവിന്റെ കമ്പനി. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായി ഇന്നും തിരച്ചിൽ. ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ 50 അംഗ ദൗത്യ സംഘം. തിരച്ചിലിന് കുങ്കിയാനകളും ഡ്രോണുകളും. അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പിടിയിലായത് ഇന്നലെ. പ്രതിയെ വഞ്ചിയൂർ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യും. വിശദമായ വാർത്തകൾ നോക്കാം. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഭാരതം കടുത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയതോടെ ഭാരതവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്ന് വാർത്താ ഏജൻസിയോടാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതേസമയം പാക് അധീന കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമാണ് ഇനി ഭാരതം ചർച്ചയ്ക്ക് തയ്യാറാവൂ എന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഗുഡ് മോർണിംഗ്. നമസ്തേ. എന്തായാലും ഭാരതത്തിന്റെ നിലപാടിൽ പാകിസ്ഥാൻ ആടിയുലഞ്ഞ് നിൽക്കുകയാണ്. ഭാരതം കടുത്ത നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ അത് ആദ്യം സ്വീകരിക്കേണ്ട ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് പാക് അധീന കശ്മീറും പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളുമാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ ഭാരതം മുന്നോട്ട് പോവുകയാണല്ലേ? രോഹിണി നമസ്തേ. പ്രധാനമായും എല്ലാ മേഖലകളിലും ഭാരതം പാകിസ്ഥാനെതിരെ പ്രതിരോധം തീർക്കുകയാണ്. വെടിനിർത്തൽ വന്ന ശേഷവും കടുത്ത നിലപാടിൽ തന്നെയാണ് ഭാരതമുള്ളത്. വെള്ളവും അതേപോലെ തന്നെ ചോരയും ഒരേ രീതിയിൽ ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. പ്രധാനമായും സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി ഭാരതം തുടരുന്ന സാഹചര്യം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാണ്. അവരുടെ പഞ്ചാബ് പ്രവിശ്യ മൊത്തം മരുഭൂമിയായി മാറുമെന്നുള്ളതാണ് പ്രധാനമായും കാർഷിക വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിച്ചത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഭാരതത്തിന് മുന്നിൽ മുട്ടിലെഴിയുകയല്ലാതെ മറ്റു പോംവഴികളില്ല എന്നുള്ളത് പാകിസ്ഥാന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്നൊരു പാക് വാർത്താ ഏജൻസിയോട് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയത്. ഇദ്ദേഹം ഇത് പറയുമ്പോഴും പല രീതിയിലുള്ള പ്രകോപനങ്ങളും ഇനിയും ഭാരതം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചർച്ചകൾക്ക് ഒന്നും തൽക്കാലം കടക്കേണ്ട എന്നുള്ളൊരു നിലപാട് പ്രധാനമായും ഭാരതത്തിനുണ്ട്. പ്രധാനമായും 2 വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്ന്, പാകിസ്ഥാൻ പിടിച്ചടക്കിയിരിക്കുന്ന പാക് അധീന കശ്മീരാണ്. രണ്ടാമത്തത് പാകിസ്ഥാനിലെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഭീകരരെ
കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങളിൽ മാത്രമാണ് ചർച്ച. അങ്ങനെ ഈ രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും സിന്ധു നദീജലം എന്നുള്ളതാണ് പ്രധാനമായും പാകിസ്ഥാൻ ഉയർത്തുന്ന പ്രധാന ആവശ്യം. ഈ ഒരു ആവശ്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് എന്നതിനപ്പുറം വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഇതുമൂലം പാകിസ്ഥാൻ കടക്കുമെന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി പാകിസ്ഥാൻ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ടും മറ്റ് എല്ലാ തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളുമായും ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുവാൻ തയ്യാറാണ് എന്നുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഭാരതത്തിന്റെ നിലപാട് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുവാൻ വേണ്ടി ഭാരതം തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന പ്രസക്തമായ ചോദ്യം. നേരത്തെ തന്നെ ഭാരതം നിലപാട് വ്യക്തമാക്കിയതായിരുന്നു. രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്ക്, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാനോട്, അതേപോലെ തന്നെ പുൽവാമ, ഉറി അടക്കമുള്ള നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച പാകിസ്ഥാനോട്, അവരുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി തുടർന്ന് ഉള്ള ഒരു ചർച്ചകൾക്കും തയ്യാറാകേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെ ഭരണകൂടം മുന്നോട്ടും പുലർത്തുമെന്നുള്ളതാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ പിടിച്ചടത്തിയിരിക്കുന്ന POJK അത് കൃത്യമായി തന്നെ ഭാരതത്തിന് തിരികെ വേണമെന്നുള്ള നിലപാട് തന്നെയാണ്. അതിനൊരു മൂന്നാം കക്ഷി ചർച്ചയ്ക്ക് വേണ്ട, അത് ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയമാണ്, അത് ആ രീതിയിൽ തന്നെ പരിഹരിക്കുവാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നിലപാടും ലോകരാജ്യങ്ങൾക്ക് ഭാരതം നൽകിക്കഴിഞ്ഞു. സ്വാഭാവികമായും അതിൽ നിന്നും പിന്നോട്ടില്ല. ഈ രണ്ട് വിഷയങ്ങളിലല്ലാതെ മറ്റൊരു വിഷയങ്ങളിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ഷഹബാസ് ഷെരീഫുമായി ചർച്ച വേണ്ട എന്നുള്ള നിലപാട് ഭാരതം തുടരുമെന്നുള്ളത് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതെ നന്ദൻ, അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു ഭാഗത്ത് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് പിന്തുടരുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനെ സഹായിച്ച രാജ്യങ്ങൾ, അവയോടുള്ള നിലപാട് കൂടി ഭാരതം വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്തെത്തിയ തുർക്കിക്കും അസർബൈജാനുമെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതായുള്ള സൂചനകൾ വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന തുർക്കി കമ്പനിയെ പ്രവർത്തനത്തിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്ന തുർക്കി ആസ്ഥാനമായുള്ള സെലബി എയർപോർട്ട് സർവീസസിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ വരുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി. ഡൽഹി, മുംബൈ, അതേപോലെ തന്നെ കേരളത്തിലെ കൊച്ചി, കണ്ണൂർ ഉൾപ്പെടെ 9 വിമാന താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആയിരുന്നു ഈ തുർക്കി ആസ്ഥാനമായിട്ടുള്ള സെലബി എയർപോർട്ട് സർവീസസ് നടത്തിയിരുന്നത്. ഇതിനെതിരെ ഈ കമ്പനിക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് സൂചന. അതായത് ഈ തുർക്കി കമ്പനിയുടെ പ്രവർത്തനം അത് പൂർണ്ണമായും നമ്മുടെ ഏവിയേഷൻ മന്ത്രാലയം വിലക്കിയിരിക്കുകയാണ്. ഈ കൂടുതൽ സർവീസുകൾ അവർ ഇനി നൽകേണ്ട എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പ്രധാനമായും ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ജനം TV ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ആദ്യം ഭാരതത്തിൽ ഇത്തരമൊരു നടപടി നടക്കുന്നു. തുർക്കി ആസ്ഥാനമായിട്ടുള്ള സെലബി എയർപോർട്ട് സർവീസസ് കമ്പനി അവർ വിമാനത്താവളങ്ങളിൽ സർവീസ് നടത്തുന്നു. ഇത് നമ്മുടെ ദേശീയ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്നതടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനം TV ആണ് ആദ്യം ലോകസമക്ഷം ഈ വാർത്ത എത്തിക്കുന്നത്. പിന്നീട് ദേശീയ മാധ്യമങ്ങളടക്കം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രതിരോധ മന്ത്രാലയവും അതേപോലെ തന്നെ മറ്റ് വ്യോമയാന മന്ത്രാലയം അടക്കമുള്ള മന്ത്രാലയങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കുകയും അതിനുശേഷമാണ് ഈ കമ്പനിക്കെതിരെ നടപടിക്ക് പൂർണ്ണമായും ഭാരതം തയ്യാറായത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇവർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ വിലക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മറ്റും പുരോഗമിക്കുന്നത്. വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ഇതിനകം കടന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് എയർപോർട്ടിന് സുരക്ഷ നോക്കുന്ന CISF ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണത്തിൽ നീക്കി എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇൻകം ടാക്സും അതേപോലെ തന്നെ മറ്റ് നമ്മുടെ ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. അതേസമയം സെലിബി ഏവിയേഷൻ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അവർ 65%
അവരുടെ ഇന്റർനാഷണൽ ഓഹരികളാണ്. അത് കാനഡ, US, UK, സിംഗപ്പൂർ, അതേപോലെ തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഓണർഷിപ്പ് എന്നുള്ളത്. മാത്രമല്ല 50% ഇതിന്റെ ഓഹരി എന്നുള്ളത് ജേഴ്സി എന്ന് പറയുന്നുള്ള അക്ടീരിയ ഒരു LP ജേഴ്സി എന്ന് പറയുന്ന ആൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ 50% ഓഹരി നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ 15% ഓഹരി ആൽഫ എയർപോർട്ട് സർവീസ് എന്ന് പറയുന്നിട്ടുള്ള ഡച്ച് രജിസ്റ്റേർഡ് കമ്പനിയായിട്ടുള്ള കമ്പനിക്കും ഇതുമായി ബന്ധപ്പെട്ട ഓഹരി നിൽക്കുന്നു. അങ്ങനെ ഒരു തുർക്കി കമ്പനി മാത്രമല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല തുർക്കി പ്രസിഡന്റിന്റെ മകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള വാദം ഈ കമ്പനി നിഷേധിക്കുന്നുണ്ട്. അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അതവർ നിഷേധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഓണർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത് 1958 തുടങ്ങിയ സ്ഥാപനമാണെന്നും അങ്ങനെ ഒരു വിവിധ ഏതാണ്ട് 65 വർഷത്തെ സർവീസ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏവിയേഷൻ രംഗത്തുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 10,000-ലധികം ഇന്ത്യക്കാർ നേരിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളിൽ ഇവർ ഇത്തരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ഏതാണ്ട് 400-ലധികം എയർലൈൻസുകൾ ഇവരുടെ കസ്റ്റമേഴ്സ് ആണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. തുർക്കിയും ഇന്ത്യയും അതേപോലെ തന്നെ ഹംഗറി, ജർമ്മനി, ഇന്തോനേഷ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർ സർവീസ് നൽകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 16,000-ലധികം തൊഴിലാളികൾ തങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള വാദമാണ് അവർ ഉയർത്തുന്നത്. അതേസമയം നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഈ ടർക്കിഷ് നിർമ്മിത ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ഭാരതത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കനത്ത തിരിച്ചടി ഇപ്പോൾ തുർക്കിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവിടുത്തെ വിനോദസഞ്ചാര മേഖല തകർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൽ നിന്നുമുള്ള അവിടത്തേക്കുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള ബുക്കിങ്ങുകൾ ഏതാണ്ട് 80% വെട്ടിക്കുറഞ്ഞു എന്നുള്ളതാണ് ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സും മറ്റും വ്യക്തമാക്കുന്നത്. ഇങ്ങനെ കനത്ത തിരിച്ചടിയാണ് സ്വാഭാവികമായും ജനങ്ങളിൽ നിന്നും തുർക്കി ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ തുർക്കി കമ്പനി സെലിബിയെ ഭാരതത്തിലെ വിമാനത്താവളങ്ങളിൽ വിലക്കിക്കൊണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉത്തരവിറക്കിയത്. ശരി നന്ദൻ, എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം ശക്തമായ താക്കീത് പാകിസ്ഥാന് നൽകുമ്പോൾ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കെതിരെയും നടപടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. തുർക്കിക്കെതിരെയും അസർബൈജാനുമെതിരെ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്കിനി മറ്റ് വാർത്തകൾ നോക്കാം. ശബരിമല സന്നിധാനത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇടവമാസ പൂജാ നാളുകളിൽ ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറുകയാണ്. കൊടിമരച്ചുവട്ടിൽ നിന്നും നേരിട്ടുള്ള ദർശനവും ഫ്ലൈ ഓവറും സമാന്തരമായി നിലനിർത്തിയാണ് ഇത്തവണയും ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പൂജകൾ പൂർത്തിയാക്കി 19-ന് രാത്രി 10-ന് നടയടയ്ക്കും. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സ്വാമി ശരണം. ഇടവമാസ പൂജാ നാളുകളിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണല്ലേ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്? രോഹിണി, സ്വാമി ശരണം. രാവിലെ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 28,622 ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ ഇതുവരെയും 8,000-ഓളം ഭക്തജനങ്ങൾ ദർശനം നടത്തിയിട്ടുമുണ്ട്. രാവിലെ 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം, നെയ്യഭിഷേകം, പതിവ് പൂജകൾ, 7:30 ഉഷപൂജ, ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച് വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. 6:30 ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. തിരക്ക് ഏറുകയാണ്. വരും മണിക്കൂറുകളിലും തിരക്ക് കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ എന്ന പോലെ തന്നെ മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഫ്ലൈ ഓവറും നേരിട്ടുള്ള ദർശന ക്രമീകരണവും സമാന്തരമായി ഒരേ സമയം ക്രമീകരിച്ചുകൊണ്ടാണ് ദർശനം സാധ്യമാക്കുന്നത്. ഇനി തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ ഫ്ലൈ ഓവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശന ക്രമീകരണമായിരിക്കും ഉണ്ടാവുക. മീനമാസ പൂജയ്ക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ നേരിട്ടുള്ള ദർശന സംവിധാനം ഈ മാസവും തുടർന്ന് പോരുന്നുണ്ട്. ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമായതുകൊണ്ട് തന്നെ 2 സംവിധാനവും ഒരേപോലെ സമാന്തരമായി നടപ്പാക്കാൻ സാധിക്കുന്നു. ഇനി തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്ലൈ ഓവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശന ക്രമീകരണമായിരിക്കും ഉണ്ടാവുക. മലയാളികളാണ് കൂടുതലായിട്ട് ഈ ഇടവമാസ പൂജയ്ക്ക് നട തുറന്ന 3 ദിവസങ്ങളിലായി എത്തുന്നത്. മാളികപ്പുറങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നട തുറന്ന 3 ദിവസം മാത്രം ആകുമ്പോൾ ഇത്രയും തിരക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയേക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും കൂടുതൽ ചോറൂണ് ചടങ്ങടക്കമുള്ള കാര്യങ്ങൾക്ക്
ഭക്തജനങ്ങൾ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ധാരാളമായി എത്തുന്നത് മാസപൂജാ സമയത്തെ സന്നിധാനത്തെ പതിവ് കാഴ്ചയാണ്. ആ കാഴ്ച ഇത്തവണയും ഇടവമാസ പൂജയ്ക്കും കാണാം. കൂടുതൽ ഭക്തജനങ്ങൾ കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിനുമൊക്കെ ആയിട്ട് സന്നിധാനത്ത് ഉണ്ട്. ഉഷപൂജയ്ക്ക് ശേഷമാണ് ചോറൂണ് ചടങ്ങിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്ന ആ ഭക്തജനങ്ങളുടെ കാഴ്ചകൾ നമുക്ക് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നുണ്ട്. വലിയ തിരക്ക് നടപ്പന്തലിലും ഒപ്പം ഫ്ലൈ ഓവറിലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണോ സന്നിധാനം ഉള്ളത് അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു തിരക്ക്, ഒരു ഭക്തജന സഹസ്രങ്ങൾ ഒന്നിച്ച് ഭക്തജന കൂട്ടം ഉള്ള ആ ഒരു കാഴ്ച ഇന്നത്തെ ദിവസം സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ചോറൂണ് ചടങ്ങിനുമൊക്കെ ആയിട്ട് സോപാനത്തിന് സമീപം കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ കുസൃതി ചിരികളുമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ സന്നിധാനത്ത് നിൽക്കുന്ന കാഴ്ച എല്ലാ മാസപൂജാ സമയത്തും പതിവ് കാഴ്ച. ആ കാഴ്ച ഇത്തവണ ഇടവമാസ പൂജാ സമയത്തും കാണാം. കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരുമൊക്കെ ഉണ്ട്. അവധിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് അവധി തീരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് കുഞ്ഞയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയും ഒക്കെ ആയി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. എവിടുന്നാ വരുന്നേ? മോളുടെ പേരെന്താ? എവിടുന്നാ വരുന്നേ? നിരഞ്ജന, തെള്ളക്കുഴി. അയ്യപ്പനെ കണ്ടോ? ഭഗവാനെ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റമൊക്കെ? സന്തോഷാണോ? സന്തോഷം, ഹാപ്പി, എൻജോയ്. മോളുടെ പേരെവിടെ? അവന്തിക. ഹാപ്പിയാ? മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യപ്പസ്വാമിയെ കണ്ടോ? പ്രാർത്ഥിച്ചോ? മൂന്നുപേരും ഒരേ സ്ഥലത്തുനിന്നാ? കൂട്ടുകാരാണോ? പഠിച്ചതാണ്. എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരത്ത്. മോളുടെ പേരെന്താ? ദീക്ഷ സായി. മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തന്നെയാണോ മല കയറി അതോ അച്ഛനെടുത്തോ? ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തിയിരിക്കുന്ന കാഴ്ച സന്നിധാനത്ത് നിന്ന് കാണാം. അവധിയൊക്കെ കഴിയുന്ന സമയമായതുകൊണ്ട് ധാരാളം കുഞ്ഞുങ്ങളുമായി എത്തുന്നുണ്ട്. മാളികപ്പുറങ്ങൾ ഉണ്ട്. ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളിൽ കൂടുതലും മാളികപ്പുറങ്ങളുടെ മാളികപ്പുറങ്ങൾ ഭഗവാനെ കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങനെ വലിയ തിരക്കിന്റെ സാഹചര്യമാണ് സന്നിധാനത്ത് കാണുന്നത്, അനുഭവപ്പെടുന്നത്. പല ഭാഗങ്ങളിലും അന്നദാന മണ്ഡപത്തിന് സമീപമുള്ള ഭാഗങ്ങൾ, മരാമത്ത് ഓഫീസിന് മുൻഭാഗത്തുള്ള ഭാഗങ്ങൾ, അരവണ കൗണ്ടറിന് മുൻഭാഗത്തുള്ള ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ തിരക്ക് കാണാം. ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ്. സോപാനത്തിന് സമീപത്തേക്ക് അയ്യപ്പസ്വാമിയെ ഇനി ദർശിക്കുന്നതിന് വേണ്ടി ഏകദേശം നിമിഷങ്ങൾ മാത്രം ഉള്ള ഫ്ലൈ ഓവർ കടന്ന് സോപാനത്തിന് സമീപത്തേക്ക് കടന്നു വരുന്ന ഭക്തജനങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നു. മാളികപ്പുറങ്ങൾ കൂടുതലും ഈ ഫ്ലൈ ഓവറിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. ഈ മാസപൂജ സമയത്താണ് മാളികപ്പുറങ്ങൾ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്നത്, അയ്യപ്പ ദർശനം എത്തുന്നത്. അത് ഇത്തവണയും ഇടവമാസ പൂജാ സമയത്തും ധാരാളമായി എത്തുന്നു എന്നുള്ള കാര്യവും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 30,000-ഓളം ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി. ഇന്ന് ഈ സമയം വരെയും 8,000-ഓളം ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നു. വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത. അയൽ സംസ്ഥാന ഭക്തജനങ്ങളെക്കാൾ കൂടുതൽ മലയാളികൾ ഈ മാസപൂജാ സമയത്ത് ഇടവമാസ പൂജാ ശരി. മിഥുനാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടവമാസ പൂജകൾക്കായി നട തുറന്നതു മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കുഞ്ഞ് മാളികപ്പുറങ്ങളെല്ലാം അയ്യനെ കണ്ട് വണങ്ങുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴ തലവടി സ്വദേശി PG രഘുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ. രോഹിണി, കോളറ ബാധിതനായിരുന്ന എടത്വ തലവടി സ്വദേശിയായ 48 വയസ്സുള്ള PG രഘു എന്നയാളാണ് ഇന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 1:30 മരിച്ചത്. രഘുവിനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോളറ ബാധിച്ചതോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇയാൾ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ 1:30 മരിച്ചത്. വൈകിട്ട് 3:30 ഇയാളുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 8 മൃതദേഹം മോർച്ചറിയിൽ നിന്നും ഏറ്റുവാങ്ങി 9 തലവടി നീരേറ്റുപുറത്താണ് രഘുവിന്റെ വീട്. നീരേറ്റുപുറത്തെ വീട്ടിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തലവടിയിൽ കോളറ സ്ഥിരീകരിച്ചതായി ഉള്ള സൂചനകളെ തുടർന്ന് തലവടി പഞ്ചായത്തിൽ ആരോഗ്യ സ്ഥിര സമിതി യോഗം ചേർന്നിരുന്നു. എന്തായാലും
ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം മുതൽ രഘുവിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നും രഘുവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സമീപവാസികളുടെ ഒക്കെ കിണറുകളിൽ നിന്നും മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. എന്തായാലും തലവടിയിൽ കോളറ സ്ഥിരീകരിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവല്ലയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 48 വയസ്സുള്ള ആളാണ് ഇന്ന് പുലർച്ചെ 1:30 മരിച്ചത്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം നിലമ്പൂർ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. വനം വകുപ്പിന്റെ ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുക. 2 കുങ്കിയാനകളുടെ സഹായത്തോടെയാകും തിരച്ചിൽ. 50ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാണ് ദൗത്യം. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും തിരയും. പാലക്കാട്ട് നിന്നുള്ള 25 അംഗ സംഘവും ഇന്ന് തിരച്ചിലിന് ഉണ്ടാകും. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറം നിലമ്പൂരിലെ ഈ നരഭോജി കടുവയെ പിടികൂടുന്നതിനായുള്ള തുടർ നടപടികൾ ഇനി എപ്രകാരമാണ് മുന്നോട്ട് പോകുക? ശിവദാസിലേക്ക് എത്താം. മലപ്പുറം നിലമ്പൂർ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയെ നരഭോജി കടുവ കടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ഏകദേശം പകുതിയോളം ശരീരം ഭക്ഷിക്കുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒടുവിൽ ഒരു സമവായ ചർച്ചയിലേക്ക് എത്തുകയായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയും ധനസഹായവും അതോടൊപ്പം ഈ നരഭോജി കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള തുടർ നടപടികളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്മേലാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഇന്നും ഈ ദൗത്യം തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശിവദാസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാളിക്കാവ് സ്വദേശിയായ ഗഫൂർ എന്ന വ്യക്തിയെയാണ്, ടാപ്പിംഗ് തൊഴിലാളി കൂടിയാണ്, ഇദ്ദേഹത്തെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. കാരണം മുൻപും ഇത്തരത്തിലുള്ള വന്യജീവികളുടെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മൃതദേഹം ഈ ഭാഗത്തു നിന്നും കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് ഓടിക്കൂടി എത്തി അതിൽ ഈ പ്രതിഷേധത്തിൽ പങ്കുകൊണ്ടിരുന്നു. വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള രോഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ വന്ന് ചർച്ച നടത്തി. MLA അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മൃതദേഹം പിന്നീട് കൊണ്ടുപോകാൻ സമ്മതിച്ചതും പിന്നീട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞത്. അതായത് കൃത്യമായ മറുപടി വനവകുപ്പ് ഇവർക്ക് നൽകിയിരുന്ന അടിയന്തര ധനസഹായമായി 14 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകും എന്നാണ് അറിയിച്ചത്. 10 ലക്ഷം രൂപ വനംവകുപ്പും 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും എന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നു. ബാക്കിയുള്ള 5 ലക്ഷം രൂപ വൈകാതെ തന്നെ നൽകും എന്നും അറിയിച്ചിരുന്നു. മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന 4 ലക്ഷം രൂപയും ഉടൻ തന്നെ കൈമാറും എന്നും അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഈ കടുവയെ പിടികൂടി വെടിവെച്ച് കൊല്ലണം എന്നതായിരുന്നു നാട്ടുകാരുടെ മറ്റൊരു ആവശ്യം. ഈ ആവശ്യവും ഇപ്പോൾ വനംവകുപ്പ് അംഗീകരിച്ചിരുന്നു. എന്തായാലും കടുവയെ പിടികൂടും എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. അതായത് ഇന്നലെ തന്നെ ദൗത്യസംഘം ഈ വനമേഖലയോട് ചേർന്ന് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. ഇന്നലെ തന്നെ ഈ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇന്നും കൂടുതൽ ക്യാമറകൾ ഈ ഭാഗങ്ങളിൽ സ്ഥാപിക്കും. ഏകദേശം മൊത്തം 50 ക്യാമറയോളം ആണ് ഇവിടെ സ്ഥാപിക്കുന്നത്. വിവിധ ഈ കടുവയുടെ സഞ്ചാരപഥം തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നീട് റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗങ്ങളിൽ എല്ലാം തന്നെ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക. 25ഓളം വരുന്ന സംഘങ്ങൾ ആണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ സംഘത്തിൽ ചേർന്നിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ രാവിലെ മുതൽ തന്നെ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള
തിരച്ചിലാണ് നടത്തുക. അതോടൊപ്പം തന്നെ കൂട് സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കടുവയെ പിടികൂടാനുള്ള കൂടും സ്ഥാപിക്കും. മാത്രമല്ല ഈ കടുവയെ മയക്കുവെടി വെക്കാനാണ് നിലവിൽ ഉള്ള ഒരു തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ അത്തരത്തിലുള്ള വിദഗ്ധ സംഘവും ഈ സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ ഒരു ദൗത്യം തന്നെയാണ് ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. എന്തായാലും കടുവയെ ഉടൻ പിടികൂടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പേടിയോടെയാണ് ഈ ഭാഗങ്ങളിൽ നാട്ടുകാർ കഴിയുന്നത്. കടുവയുടെ ശല്യം മാത്രമല്ല, മറ്റ് കാട്ടാനകളുടെയും മറ്റു വന്യ മൃഗങ്ങളുടെയും ശല്യമെല്ലാം തന്നെ രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഈ കാളികാവ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാശ്വതമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും ഇപ്പോൾ കടുവയെ പിടികൂടുന്ന ദൗത്യം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. നരഭോജിക്കായി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്. ബാലറ്റ് വോട്ടിൽ കൃത്രിമം കാട്ടിയെന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കുന്നതിനുള്ള നിയമോപദേശം സൗത്ത് പോലീസിന് ഇന്ന് ലഭിക്കും. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സൗത്ത് പോലീസ് SHOയ്ക്ക് കത്ത് നൽകിയിരുന്നു. പതിറ്റാണ്ടുകൾ മുൻപ് നടന്ന സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച ദുഷ്കരമാകും. NGO യൂണിയൻ പരിപാടിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് പങ്കെടുത്ത പരിപാടിയിൽ താൻ ഭാവനാത്മകമായി പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കൃത്രിമം കാണിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ തിരുത്തിയതും ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ ബാലറ്റ് വോട്ടിൽ കൃത്രിമം കാട്ടിയെന്ന മന്ത്രി ജി സുധാകരന്റെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം അതിൽ കേസെടുക്കുന്നതിനുള്ള നിയമോപദേശം സൗത്ത് പോലീസിന് ഇന്ന് ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ജി സുധാകരൻ ഇതിൽ നിന്ന് പാടെ മലക്കം മറിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിന്മേലൊരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ തെളിവ് കണ്ടെത്തുക എന്നത് സംബന്ധിച്ച് തന്നെയായിരിക്കും അല്ലേ ഏറെ കുഴയ്ക്കുന്ന കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇത്തരമൊരു വിവാദ പ്രസ്താവന മുൻമന്ത്രി ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ പറഞ്ഞിരുന്ന പോസ്റ്റൽ ബാലറ്റിൽ ഇത് സീല് പൊട്ടിച്ച് അതിന്റെ കവറിന്റെ പൊട്ടിച്ച് നോക്കുകയും അതിൽ തിരുത്തൽ വരുത്തിയെന്നുമുള്ള ഒരു പ്രസംഗത്തിൽ അത്തരം ഒരു പ്രസ്താവനയാണ് ഉണ്ടായത്. എന്നാൽ ഈ 89 ബാലറ്റ് പേപ്പറുകൾ സൂക്ഷിച്ച് ഇരിക്കാൻ പോലും സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ ഇതിൽ കേസെടുത്ത് മുന്നോട്ട് പോകണോ എന്നത് സംബന്ധിച്ചാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോട് ആലപ്പുഴ സൗത്ത് പോലീസ് ഇതിന് നിയമോപദേശം തേടിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഇന്ന് നിയമോപദേശം ലഭിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ കേസെടുക്കാനുള്ള ശുപാർശ കിട്ടുമെന്ന ചില സൂചനകളുണ്ട്. എന്തു തന്നെയായാലും അതിന്ന് ആ ഒരു നിയമോപദേശം രേഖാമൂലം തന്നെ ലഭിച്ചതിന് ശേഷമായിരിക്കും സൗത്ത് പോലീസിന്റെ തുടർ നടപടി. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് താൻ NGO യൂണിയൻ പ്രവർത്തകർ പൂർണ്ണമായും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് അവരെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ പറഞ്ഞത്. ഭാവനാത്മകമായി പറഞ്ഞപ്പോൾ ആ ഭാവന അല്പം കൂടിപ്പോയി എന്ന തരത്തിലാണ് ജി സുധാകരൻ ഈ വിഷയത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്നലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴി ശേഖരിക്കുകയും ചെയ്തിരുന്നു. അവിടെയും കൃത്യമായും ഇത്തരത്തിലാണ് മൊഴി കൊടുത്തിരിക്കുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പോലീസ് തന്നെയാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം ജി സുധാകരൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്ന CPM-ലെ തന്നെ തെറ്റുകളെ തിരുത്തി കാണിക്കുന്നില്ല, ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി നമുക്ക് ജി സുധാകരനെ വിലയിരുത്തേണ്ടി വരും. ഈ ഒരു പശ്ചാത്തലത്തിൽ CPM ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കും, എന്ത് നിലപാട് എടുക്കും എന്നതും നിർണായകമാണ്. ജി സുധാകരനെ സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയിൽ തന്നെ അവർക്ക് നേതൃത്വത്തിന് വലിയ മതിപ്പുള്ള ഒരു ആളായി നമുക്ക് കരുതാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി തന്നെ ഒരു ഉന്നതിയിൽ നിൽക്കുമ്പോൾ തന്നെ പൂർണ്ണമായും ഒരു ബ്രാഞ്ച് ഘടകത്തിലേക്ക് ഒതുക്കിയ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് ജി സുധാകരൻ. ആ ഒരു പശ്ചാത്തലത്തിൽ ജി സുധാകരനെ കൂടുതൽ ആ ഒരു ഒതുക്കുന്നതിന്റെ ഭാഗമായി ഇത് കേസെടുത്ത് കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ച് ഇന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി സ്വീകരിക്കുക. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് കൃത്യമായ നിലപാടെടുക്കാൻ ഇല്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സൗത്ത് പോലീസിനോട് നിർദ്ദേശിച്ചുകൊണ്ട് രേഖാമൂലം തന്നെ കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിയമോപദേശം തേടിയത്. ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ ഒരു വ്യക്തത ഉണ്ടാവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇതിന്റെ ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തിയെങ്കിൽ പോലും
പാർട്ടിയും ഇപ്പോൾ ഒരു വെട്ടിലായിരിക്കുന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ പോസ്റ്റൽ വോട്ടിൽ അതിൽ കൃത്രിമം കാണിച്ചിരുന്നു എന്ന ഒരു പരാമർശത്തോടെ അത്തരം സമീപനം CPM ജനാധിപത്യ രംഗത്ത് കാട്ടുന്നു എന്ന ഒരു സൂചന കൂടി വരികയും അത് വലിയ രാഷ്ട്രീയമായി ചർച്ചയാവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയും CPM-നെതിരെ കരുക്കൾ നീക്കുന്ന ഒരു സാഹചര്യം കൂടി, ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിയും ഇപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ഇന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ, അത് അഡ്വക്കേറ്റ് ബീനയാണ്. ആ ബീനയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സൗത്ത് പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുക. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ബൈലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വഞ്ചിയൂരിലെ തുറന്ന കോടതിയിലാണ് ഹാജരാക്കുക. ഇന്നലെ വൈകിട്ട് തുമ്പ സ്റ്റേഷൻ കടവിൽ നിന്ന് പിടികൂടിയ പ്രതിയെ വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അല്പസമയം, അതായത് കോടതി നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് 11 മണി കഴിയുമ്പോൾ തുറന്ന കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം നടക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ പ്രതി ബൈലിൻദാസിനെ തിരുവനന്തപുരത്ത് തുമ്പ സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ കടവെന്ന സ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ, പിടികൂടിയ ഉടനെ തന്നെ വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് DCP ഇവിടെ എത്തിച്ചേരുകയും DCPയുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. 1 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ട് ചെല്ലുകയും ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ഫോർട്ട് ആശുപത്രിയിലാണ് എത്തിച്ചത്. അതിനുശേഷം വീണ്ടും തിരിച്ച് സ്റ്റേഷനിലെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ആദ്യം ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നായിരുന്നു തീരുമാനമെങ്കിൽ പിന്നീട് അത് മാറ്റി ഇന്ന് തുറന്ന കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ചെയ്തത്. ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഈ ജൂനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റത്. അഭിഭാഷക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടേണ്ട സാഹചര്യമുണ്ടായി. ചെവിക്കും കവിളിനുമടക്കം പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഗുരുതരമായ പരിക്കായിരുന്നു ഉണ്ടായത്. ഈ ഒരു വിഷയത്തിൽ സംഭവം നടന്നതിന് ശേഷം ഒളിവിൽ പോയതാണ് ബൈലിൻദാസ്. 2 ദിവസം പിന്നിടുമ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ബൈലിൻദാസ് എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്തതിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് നിന്നും നഗരപരിധി പോലും വിട്ട് അദ്ദേഹം പോയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ സ്റ്റേഷൻ കടവ് ഭാഗത്തുകൂടി വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, സ്വന്തം കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ നഗരപരിധി പോലും വിട്ടുപോകാതെ ഈ സ്ഥലത്ത് തന്നെ തുടരുമ്പോഴും പോലീസിൻ്റെ അനാസ്ഥ തുടരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം പോലീസ് അനാസ്ഥ പാലിച്ചതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ അറസ്റ്റ് നടപടികളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ പ്രതി എവിടേക്ക് പോയതെന്നടക്കമുള്ളത് കണ്ടെത്താൻ കഴിയാതാവുന്നതും അറസ്റ്റ് നടപടികൾ വൈകുന്നതിനുമുള്ളൊരു കാരണം ആയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഈ ഒരു 2 ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിയെ തന്ത്രപരമായി പിടികൂടുന്നത്. അതും രഹസ്യവിവരം ലഭിച്ചിരുന്നു പോലീസിന്. ഈ ഭാഗത്തുകൂടി, സ്റ്റേഷൻ കടവ് ഭാഗത്തുകൂടി സഞ്ചരിക്കുന്നതായിട്ടൊരു രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു പരിശോധന കൂടി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാവുന്നത്. തുടർന്നാണ് വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ചത്. അഭിഭാഷകയ്ക്ക് മർദ്ദനം ഏൽക്കുന്നത് ഗുരുതരമായ രീതിയിലായിരുന്നു മർദ്ദിച്ചത്. അതിൽ കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മർദ്ദനം നടക്കുന്നതിന് മുമ്പ് അഭിഭാഷകയോട് ഓഫീസിൽ വരണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. കാരണം 2 അഭിഭാഷകർ തമ്മിലൊരു തർക്കമുണ്ടാകുകയും ആ തർക്കത്തിൽ വലിയ രീതിയിൽ ഓഫീസിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ അഭിഭാഷകയോട്, മർദ്ദനമേറ്റ അഭിഭാഷകയോട് ഓഫീസിൽ വരണ്ട എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഈ അഭിഭാഷകൻ തന്നെ അവരെ ഫോണിൽ ബന്ധപ്പെടുകയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഈ മർദ്ദിച്ചതിൻ്റെ കാരണം, എന്തുകൊണ്ട് തന്നെ ഈ ഓഫീസിൽ നിന്നും പുറത്താക്കി, അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞു എന്നതിൻ്റെ കാരണം ചോദിച്ചു. ആ കാരണം ചോദിച്ചതിൻ്റെ പേരിലാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നാണ് അഭിഭാഷക പറയുന്നത്. അങ്ങനെ ആണ് അഭിഭാഷക മർദ്ദിക്കുന്നത്. 2 തവണ മർദ്ദിച്ചു എന്നും അഭിഭാഷക പറയുകയും ചെയ്തിരുന്നു. അതായത് ആദ്യത്തെ കവിളിൽ ആദ്യം അടിക്കുന്നു, ആ അടിയിൽ തന്നെ താൻ തെറിച്ച് വീണതിന് പിന്നാലെ വീണ്ടും തന്നെ മർദ്ദിച്ചു എന്നടക്കം പറയുന്നു. മാത്രമല്ല, ഇതിനു മുമ്പും ഈ സമാനമായ സംഭവം അഭിഭാഷകന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നും മർദ്ദനമേറ്റ അഭിഭാഷക പരാതിപ്പെടുകയും ചെയ്തു. അതായത് നേരത്തെ താൻ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ മാത്രമല്ല, ഈ അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫുകളോടെല്ലാം പെരുമാറുന്ന ഒരു ക്രൂരമായ നടപടിയാണ്, അല്ലെങ്കിൽ ക്രൂരമായ രീതിയിലാണ് പെരുമാറുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അഭിഭാഷക ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതോടൊപ്പം തന്നെ ഫയലുകൾ വലിച്ച് മുഖത്തേക്ക് എറിയുക, ഇത്തരത്തിലുള്ള പ്രവണതകളും ഈ ബൈലിൻദാസ് കാണിച്ചിരുന്നു എന്നും
അഭിഭാഷക പരാതിപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഈ സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് ഈ പരാതികൾ വരുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ അത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കെ അതിനുശേഷം ഒളിവിൽ പോയ അതും ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ ഉള്ളൊരു ശ്രമങ്ങൾ നടന്നതായും അഭിഭാഷക തന്നെ അന്നേ ദിവസം തന്നെ പരാതിപ്പെടുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് മുന്നിൽ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ പിന്നീട് 2 ദിവസം ഈ ബെയിലിൻദാസ് എവിടെ പോയിരുന്നു, എവിടെ കഴിഞ്ഞിരുന്നു എന്നതടക്കമുള്ള ഒരു വിവരങ്ങളും പോലീസിനുണ്ടായില്ല. പോലീസ് നാടും നഗരവും അരിച്ചു പറക്കുന്നതാണെന്ന് മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. അതായത് പല സ്ഥലങ്ങളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്, മൊബൈൽ സിഗ്നലടക്കം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ഈ ബെയിലിൻദാസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. അങ്ങനെ ഒരു വഴിയിൽ ഈ ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷകൾ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലീസാണെങ്കിൽ കണ്ടെത്തുന്നതുമില്ലായിരുന്നു. അങ്ങനെ ഒരു പരാതി പോലീസിന്റെ നേരെ ഉയർന്നിരുന്നു, വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം പോലീസ് കാര്യക്ഷമമല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തതെന്നടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു വിമർശനം ഉയരുന്നു. എന്തായാലും വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിയെ പെട്ടെന്ന് കണ്ടെത്തുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നെന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി സ്റ്റേഷൻ കടവ് ഭാഗത്തു നിന്നും കഴക്കൂട്ടം തുമ്പ സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സ്റ്റേഷൻ കടവെന്ന സ്ഥലം വരുന്നത്. അവിടെ വെച്ച് തുമ്പ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വഞ്ചിയൂർ പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. വഞ്ചിയൂർ പോലീസ് അവിടെ എത്തി പ്രതിയെ കൈമാറുകയും വാങ്ങുകയും തിരുവനന്തപുരത്തിന്റെ വഞ്ചിയൂർ കോടതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. തുടർന്നാണ് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചത്. ആദ്യം ഘട്ട ചോദ്യം ചെയ്യൽ നടന്നത്. ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. അതിനിടയിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം അപേക്ഷ നൽകിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നേടുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. എന്തായാലും അങ്ങനൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇനി ജാമ്യം കൊടുക്കുമോ എന്നുള്ള കാര്യമാണ് നോക്കിക്കാണേണ്ടത്. അതിൽ കൂടാതെ പോലീസും കസ്റ്റഡി അപേക്ഷ നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെ കസ്റ്റഡി അപേക്ഷ നൽകുകയാണെങ്കിൽ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തെളിവെടുപ്പടക്കമുള്ള നടപടിയിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് പ്രതിയെ എത്തിച്ചുകൊണ്ടൊരു തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല ഈ സംഭവം ഉണ്ടായ കാരണങ്ങളടക്കം, അതായത് ഇന്നലെ പോലീസ് പിടിയിലായ സമയത്ത് വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ച ബെയിലിൻദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എല്ലാം കോടതിയുടെ പരിഗണനയല്ലേ, അപ്പോൾ കോടതിയിൽ താൻ പറഞ്ഞോളാം എന്നൊരു പ്രതികരണമാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടാകും ഈ വിഷയത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വിവാദങ്ങളും വിമർശനങ്ങളും അതോടൊപ്പം തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഈ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഒരു വനിതയെ മർദ്ദിക്കുന്നത് അത്യപൂർവമായ സംഭവമാണ്. നിയമം നടപ്പിലാക്കേണ്ടവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിയമം വ്യവസ്ഥയെ അംഗീകരിച്ചു പോകുന്നവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം സമീപനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെച്ചുവെറുപ്പിക്കാൻ പാടില്ല എന്ന വനിതാ കമ്മീഷൻ അടക്കം പറയുകയും ചെയ്തു. മാത്രമല്ല നാനാതുറകളിൽ നിന്നും വിമർശനങ്ങളും ഉയർന്നതിനിടയിലാണ് പ്രതിയെ ഇന്നലെ സ്റ്റേഷൻ കടവ് ഭാഗത്തു നിന്നും പിടികൂടിയത്. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. വജ്ര വ്യാപാരി നീരവ് മോദിയുടെ 10ാമത്തെ ജാമ്യാപേക്ഷയും തള്ളി ലണ്ടൻ ഹൈക്കോടതി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് പണം തട്ടിയ കേസിലാണ് നീരവ് മോദി കോടതിയെ സമീപിച്ചത്. ഇയാളെ ഭാരതത്തിന് കൈമാറുന്ന കാര്യം UK ഹൈക്കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. 2019 മുതൽ UK-യിൽ ജയിലിൽ കഴിയുകയാണ് നീരവ് മോദി. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നീരവ് മോദിയുടെ 10ാമത്തെ ജാമ്യാപേക്ഷയും ലണ്ടൻ ഹൈക്കോടതി തള്ളിയതോടുകൂടി ഇനി തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഭാരതത്തിന് കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വേഗത കൈവരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇനി നീരവ് മോദിയെ ഭാരതത്തിന് കൈമാറുന്ന കാര്യത്തിൽ വേഗതയാർജിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഭാരതം UK-യും അതുപോലെ തന്നെ ഭാരതത്തിന്റെ കൃത്യമായ അന്വേഷണ ഏജൻസികളും ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് കൊണ്ടുവരണമെന്ന കൃത്യമായ ആവശ്യം ലണ്ടനിലെ വിവിധ കോടതികളിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലണ്ടനിലെ ഈ കോടതി തന്നെ, നിലവിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ച കോടതി തന്നെ ഇയാളെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിന് നിയമ തടസ്സമില്ല എന്ന സൂചന നൽകിയിരിക്കുന്നത്. പക്ഷേ വീണ്ടും ചില നിയമപരമായ ഫോർമാലിറ്റികൾ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. അത് ഇയാൾക്ക് അപ്പീൽ നൽകുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുടർച്ചയായ നിയമ നടപടികൾക്ക് അവസാനം മാത്രമായിരിക്കും ആ ഒരു നീക്കം ഉണ്ടാവുക. ഇത് തന്നെയായാലും UK-യിലെ നിയമവൃത്തങ്ങളിൽ അല്ലെങ്കിൽ കോടതികളുടെ ഭാഗത്ത് ഇയാളെ നാട്ടിലേക്ക് തിരിച്ചയക്കണമെന്ന നിലപാട് തന്നെയാണുള്ളത്. അത് കൂടുതൽ ശക്തമാകുന്നതിന് 10ാമത്തെ ജാമ്യാപേക്ഷ തള്ളിയതും ഒരു പ്രയോജനകരമായ സാധ്യത തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായി ഇക്കാര്യത്തിൽ CBI
നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഭാരതത്തിൽ വൻതോതിൽ പണം തട്ടിച്ച് ഇവിടെ UK-യിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇയാളെ ഭാരതത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാട് വളരെ കൃത്യമായി കോടതികളിൽ അറിയിക്കാൻ ഭാരതത്തിന് സാധിച്ചിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് 10ാമത്തെ ഇയാളുടെ ജാമ്യാപേക്ഷയും തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നും ഈ നടപടികൾ നാട്ടിലെത്തിച്ച് വിചാരണ നടത്തുന്നതിനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നിരവധിയായ കേസുകളാണ് ഇയാൾക്കെതിരെ ഭാരതത്തിൽ ചുമത്തിയിട്ടുള്ളത്. മാത്രമല്ല നിയമത്തിന്റെ മുന്നിൽ നിന്ന് മുളിച്ചോടുന്ന ഒരു സാഹചര്യം, അതായത് ഇത്തരത്തിൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതെല്ലാം തന്നെ നിയമപ്രശ്നങ്ങളായി ഉയർത്തിക്കൊണ്ടുള്ള നിയമ നടപടികൾ ഇയാൾക്കെതിരെ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. ശരിയായി. കൊല്ലത്ത് എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് സ്വീകാര്യതയേറുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് മേളയിലെത്തുന്നത്. കൗതുക കാഴ്ചകളും സാംസ്കാരിക പരിപാടികളും ഒക്കെ ഇവിടെ എത്തുന്നവർക്ക് നല്ലൊരു അനുഭവമാണ്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള കൊല്ലത്ത് നടക്കുന്നത്. ആശ്രാമ മൈതാനത്ത് സജ്ജമാക്കിയ ശീതീകരിച്ച വലിയ പന്തലിലാണ് മേള. ജില്ലയിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും മികവുകളും നേട്ടങ്ങളുമെല്ലാം മേളയിലെ കാഴ്ചകളാണ്. പ്രദർശന വിപണന സേവന സ്റ്റാളുകളെല്ലാം സജീവം. വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകർ തുടങ്ങിയവരൊക്കെ മേളയുടെ ഭാഗമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങളും മേളയിൽ കാണാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കസബ പോലീസ് സ്റ്റേഷനിലെ ജയിൽ ജീവിതവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം പോലീസ് സേനയുടെ വിവിധ സംവിധാനങ്ങളെക്കുറിച്ചും തോക്കുകളെക്കുറിച്ചുമൊക്കെ ഇവിടെ എത്തുന്നവർക്ക് നേരിട്ടറിയാം. കൊല്ലം ജില്ലാ ജയിലിന്റെ മാതൃകയും KSRTC ബസ്സുമൊക്കെ ആകർഷണീയമാണ്. ജയിലൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജയിലിൽ കയറി നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷേ തൂക്കയർ കഴുത്തലിട്ടില്ലെന്നേ ഉള്ളൂ. അവിടെ കയറി നിന്ന് എനിക്കിപ്പോൾ പെട്ടെന്നൊരു ഭീതി പോലെ തോന്നി താഴോട്ട് നോക്കിയപ്പോൾ. അവരതിലെല്ലാം ചവിട്ടാൻ പറഞ്ഞു. പക്ഷെ ചവിട്ടുമ്പോൾ താഴോട്ട് പോയി ഇനി അപ്പുറത്തൂടൊക്കെ വരുത്തോളം എന്ന് പറഞ്ഞപ്പോൾ പേടിയായിപ്പോയി. എന്നാലും കയറി നോക്കി, ധൈര്യമായിട്ട് കയറി നിന്നു. അറിയാൻ പറ്റും, അതൊക്കെ നമുക്ക് നല്ലൊരു ഭാഗ്യം അതൊക്കെ കാണാൻ പറ്റിയത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടി നല്ല മികച്ച കാര്യങ്ങളാണ് ഇപ്പൊ കാണാൻ പറ്റിയത്. കേരളത്തെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവും മേളയിലുണ്ട്. ദുരന്തത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃകയും ഇവിടെ കാണാം. കാണാനെത്തുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ വിവരിച്ചു നൽകാൻ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാത്തരം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ജനങ്ങൾക്കായിട്ട്. അതുകൂടാതെ നമ്മുടെ ചൂരൽമലയുടെ ഒരു മിനിയേച്ചർ സ്ട്രക്ചർ നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഒരു ജീവനക്കാരനായ സജി ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൂടാതെ നമ്മുടെ സ്കൂബ സിസ്റ്റം, അതേപോലെ ബ്രീത്തിങ് അപ്പാരറ്റസ്, അതേപോലെ ആവശ്യക്കാർക്കനുസരിച്ച് അതിൻ്റെ ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ സ്റ്റേഷനിൽ നിന്നും കൊല്ലം ജില്ലയിലെ പല സ്റ്റേഷനിൽ നിന്നും പല ജീവനക്കാരും എത്തി ക്ലാസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ സ്കൂബ സെറ്റ്, പിന്നെ നമ്മുടെ വിവിധതരം രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു ഡിസ്പ്ലേ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യുവതലമുറയ്ക്കായി എക്സൈസ് വകുപ്പിന്റെ ബോധവൽക്കരണ സെമിനാറുകളും പ്രദർശനവും നടക്കുന്നുണ്ട്. ലഹരിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അത് ഉപയോഗിച്ചാൽ വരുന്ന അസുഖങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിമുക്തിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്റ്റാളുകളിൽ എക്സൈസിൻ്റെ വിമുക്തി സ്റ്റാളുമുണ്ട്. അതിൽ ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന രോഗങ്ങളും അതിനെ പ്രതിരോധിക്കേണ്ട രീതികളും അതിനെതിരെ നടത്തേണ്ട കരുതലുകളും ഒക്കെ കുട്ടികളെയും യുവാക്കളെയും രക്ഷകർത്താക്കളെയും ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കരകൗശല വസ്തുക്കൾ, കാർഷിക ഉത്പന്നങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കുവാനും ഉല്ലസിക്കുവാനും പ്രത്യേക സ്പോർട്സ് ഏരിയകളും ഒരുക്കിയിട്ടുണ്ട്. സൂപ്പറായിരുന്നു, നല്ല അനുഭവമായിരുന്നു. കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി.
നല്ല കളിക്കാൻ സ്ഥലമുണ്ട്, കാണാനുണ്ട്. ഇഷ്ടംപോലെ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഒരുപാട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്രഷേഴ്സ് റിഫ്രഷ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡ് വെറൈറ്റീസ് ഒക്കെ പുറത്തുണ്ട്. മൊത്തത്തിൽ നല്ലൊരു എൻജോയ്മെൻറ്റ് ആണ് മൊത്തത്തിൽ. ക്യാരവാൻ ടൂറിസവും വിദ്യാർത്ഥികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് എല്ലാവർക്കും, ഈ നോർമൽ പേഴ്സൺസിനൊക്കെ നല്ലൊരു വേ ഓഫ് ചൂസിങ് ആണ്. ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും കിട്ടുന്നില്ലല്ലോ ഒന്ന് കാണാനും ഒന്ന് ഇത് കണക്കൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും. ആദ്യമായിട്ടാണ് കയറുന്നത്. ഇങ്ങനെ ഫിലിംസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് മാത്രമേ ഉള്ളല്ലോ, എന്ന് പറഞ്ഞാൽ നമ്മുടെ നടന്മാരൊക്കെ കണ്ടിട്ട് മാത്രമേ ഉള്ളല്ലോ. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കുറച്ചും കൂടെ നല്ല രസമുണ്ട്. കായിക വിനോദ വിജ്ഞാന കാഴ്ചകൾ, മിനി തിയേറ്റർ, സ്റ്റാർട്ടപ്പ് മിഷന്റെ എക്സ്പീരിയൻസ് സെന്റർ, വിവിധതരം മത്സരങ്ങൾ, പുസ്തകങ്ങൾ, സെൽഫി പോയിന്റ്, അങ്ങനെ നിരവധിയുണ്ട്. മേളകളുടെ ഭാഗമായി എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും വിവിധതരം ആക്ടിവിറ്റികളും നടക്കുന്നുണ്ട്. 20-ാം തീയതിയാണ് മേള സമാപിക്കുക. ജനം, കൊല്ലം. ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണെന്ന് ഞെട്ടിക്കുന്ന കണക്കുമായി കേസരി വാരികയിലെ മുഖപ്രസംഗം. ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് 45% ഉയർന്നതായി ലേഖനത്തിൽ പറയുന്നു. അതേസമയം ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധമത വിശ്വാസികളുടെ ജനസംഖ്യ താരതമ്യേന കുറയുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കേസരി വാരികയിലെ മുഖപ്രസംഗത്തിൽ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് രേഖപ്പെടുത്തുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, കൃത്യമായി തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ കേസരി വാരികയിലെ ഈ ലേഖനം തുടങ്ങുന്നത്. അതായത് ഭാരതത്തിൽ ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാൾ എന്നൊരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് കൃത്യമായ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത് എന്നതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1951 മുതലുള്ള 6 സെൻസസുകൾ. ഈ 6 സെൻസസുകളിലും കൃത്യമായി ശതമാനക്കണക്കിൽ മുസ്ലിം ജനസംഖ്യ ഉയരുന്നു എന്നാണ് ഈ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 1981 മുതലുള്ള മുസ്ലിം ജനസംഖ്യ 81 മുതൽ മുസ്ലിം ജനസംഖ്യ അതിവേഗമാണ് ഇവരുടെ വളർച്ച, അല്ലെങ്കിൽ ആ ജനസംഖ്യയുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും അധികം വളർച്ചാ നിരക്ക് കുറഞ്ഞ ആളുകളാണ് സിഖ് ജനസംഖ്യ ഏറ്റവും അധികം കുറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഹിന്ദുക്കളുടെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് 45% ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് എന്ന് അടിവരയിട്ട് ആ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അസമിലും ജമ്മു കാശ്മീരിലും ഒന്നും തന്നെ ഇത്തരത്തിൽ ജനസംഖ്യാ സെൻസസ് നടത്തിയിട്ടില്ല. അത് ഏറ്റവും അധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ 2 സംസ്ഥാനങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെ സെൻസസ് നടത്തുകയാണെങ്കിൽ നിലവിലുള്ള ഈ ഹിന്ദു ഭൂരിപക്ഷം 80% എന്ന് പറയുന്ന ഒരു കണക്ക് അവിടെ നിന്ന് ഇവിടെ മാറും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല ഇത് സമൂഹത്തിന് മുന്നിലേക്ക് ഒരു വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാൾ? മാത്രമല്ല ഈ ഹൈന്ദവ ഭൂരിപക്ഷം കുറയുന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വിശദമായ ലേഖനം തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ലേഖനം പുറത്തു വന്നതോടുകൂടി അതൊരു വലിയ ചർച്ചയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. രോഹിണി, അതോടൊപ്പം അനഘ, ഇത് ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം പലപ്പോഴും ഇത്തരത്തിൽ ഈ ജനസംഖ്യാ വർധനവിലടക്കം ഒരു താല്പര്യം, അല്ലെങ്കിൽ ഇതിലൊരു അജണ്ടയുണ്ട് എന്ന് കൃത്യമായി തന്നെ പലപ്പോഴും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികളുടെ ജനസംഖ്യ വലിയ രീതിയിൽ ഉയരുകയും അതോടൊപ്പം ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷം എന്നുള്ളത് വലിയ രീതിയിൽ കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇതിൽ ചില അജണ്ടകൾ പ്രാവർത്തികമാക്കാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു സ്വഭാവം തന്നെയാണോ ഇതിൻ്റെ അടിസ്ഥാനം? തീർച്ചയായും രോഹിണി, ഇതിൽ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു വിഭാഗം ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതും കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഹിന്ദു ജനസംഖ്യ ഏത് രീതിയിലാണ് കുറഞ്ഞ് താഴോട്ട് പോകുന്നത്, എന്നാൽ മുസ്ലിം ജനസംഖ്യ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നതാണ് വസ്തുത. ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിന് പുറകിൽ മതപരമായ ചില കാരണങ്ങളുണ്ട്, അതുമായി മുന്നോട്ട്
മുന്നോട്ട് പോകാൻ ചിലർ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ആ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ നിലവിൽ ഈ കേരളത്തിലെ സർക്കാർ മാറി മാറി ഭരിച്ചിരുന്ന സർക്കാരുകൾ അടക്കമുള്ള അവരുടെ താല്പര്യം അത് ഈ ഹിന്ദു ഭൂരിപക്ഷം ഈ മുസ്ലിം ഭൂരിപക്ഷം ഉയരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് മറച്ചു വെക്കാനുള്ള ഒരു താല്പര്യം ഈ ഇടത് വലതു പക്ഷത്തിന് ഉണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തി തന്നെയാണ്. ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ 2040 ഈ ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുള്ള നാട് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ രീതിയിലൊക്കെ തന്നെ ഈ ഇത്തരത്തിലൊരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. ഫാമിൽ അതിക്രമിച്ചു കയറി ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പശുക്കൾക്കു നേരെ അക്രമം. 7 പശുക്കൾക്ക് ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ പൊള്ളലേറ്റു. കോഴിക്കോട് ചേളന്നൂരിലെ ഡാനിഷ് മജീദിന്റെ പശുക്കളെയാണ് ഒരു സംഘം സാമൂഹ്യവിരുദ്ധർ ആക്രമിച്ചത്. ഫാമിന് വൃത്തിയില്ലെന്ന അക്രമികളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പശുക്കൾക്കായി സുപ്രഭാതം കേൾപ്പിക്കുന്നതിനെതിരെ ഇക്കൂട്ടർ നേരത്തെ പരാതിപ്പെട്ടിരുന്നതായും ഡാനിഷ് പറയുന്നു. മെയ് 4-ാം തീയതി പുലർച്ചെ 12:00-ഓടെയാണ് ഡാനിഷ് മജീദിന്റെ ചേളന്നൂരിലെ 95 എന്ന സ്ഥലത്തെ ഡയറി ഫാം ഒരു സംഘം അതിക്രമിച്ചു കയറി അക്രമം നടത്തിയത്. 30 പശുക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 7 എണ്ണത്തിനും പൊള്ളലേറ്റു. ഡാനിഷ് കാക്കൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അജ്മൽ, ജുനൈസ്, ഷമീർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫാമിന് വൃത്തിയില്ലെന്നാരോപിച്ച് നേരത്തെ ഒരു സംഘം കാക്കൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാം സന്ദർശിക്കുകയും പ്രദേശത്ത് മാലിന്യ പ്രശ്നങ്ങളോ ദുർഗന്ധമോ ഇല്ലെന്ന് കണ്ടെത്തി. വിപുലമായ മലിനീകരണ സംസ്കരണ സംവിധാനമാണ് തനിക്കുള്ളതെന്ന് ഡാനിഷ് പറയുന്നു. പശു തനിക്ക് മക്കളെ പോലെയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഏതറ്റം വരെയും പോകും. തനിക്കും ഫാമിനുമെതിരെ പല രീതിയിലുള്ള അക്രമം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായെന്നും ഡാനിഷ് പറയുന്നു. ഞാൻ സാധാരണ ഫാമിൽ ആരും കയറ്റാറില്ല. കാരണം ഹൈലി ബയോസെക്യൂരിറ്റി ഏരിയയാണ് എൻ്റെ ഫാം. അപ്പം ഇത്രയും വൃത്തിയിൽ കൊണ്ടുവന്നൊരു ഫാമിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഇൻഫെക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരെയും കയറ്റാറില്ല. പക്ഷേ ഇനി ഞാൻ എല്ലാവരെയും കയറ്റും. കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം. ഇതിൻ്റെ ഇവിടെ മാലിന്യ പ്രശ്നം സൃഷ്ടിച്ചിട്ടാണ് ഇവർ ഫസ്റ്റ് പരിപാടി തുടങ്ങുന്നത്. അതിൻ്റെ മുമ്പ് ഇവിടെ ഞങ്ങൾ പാട്ട് വെക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. പശുക്കൾക്ക് ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് ഒരു സുപ്രഭാതം വെക്കും. അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിലാണ് ഫസ്റ്റ് തുടക്കം ഉണ്ടായ പ്രശ്നം. അങ്ങനെ ഞങ്ങളത് സൗണ്ട് കുറച്ച് വെച്ചു. മലിനീകരണം പോലെ മനസ്സിലാണ്, അല്ലാണ്ട് എൻ്റെ തൊഴുത്തിലല്ല. വരുന്ന ആർക്കും ഇവിടെ വന്നിട്ട് നോക്കാം. കേന്ദ്ര സർക്കാർ പദ്ധതിയായ രാഷ്ട്രീയ ഗോകുൽ മിഷന്റെ സഹായത്തോടെയാണ് ഡാനിഷ് മജീദ് ഡയറി ഫാം ആരംഭിച്ചത്. എതിർപ്പിനെ അവഗണിച്ച് കൂടുതൽ പശുക്കളെ എത്തിച്ച് ഫാം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഡാനിഷ്. ജനം, കോഴിക്കോട്. അർബൻ നക്സൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് PFI ബന്ധവും. PFI ഭീകരർ അർബൻ നക്സലുകളുടെ മറപറ്റി വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതായാണ് വിവരം. മാവോയിസ്റ്റ് ഭീകര കേസുകളിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് NIA. മാവോയിസ്റ്റ് റിക്രൂട്ട്മെന്റ് കേസിൽ 3 മാവോയിസ്റ്റ് നേതാക്കൾക്കെതിരെ ജൂണിൽ കുറ്റപത്രം സമർപ്പിക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അർബൻ മാവോയിസ്റ്റുകളെ മറയാക്കിക്കൊണ്ട് ഭീകര സംഘടനകൾ, പ്രത്യേകിച്ച് രാജ്യത്ത് നിരോധിത ഭീകര സംഘടനയായ PFI മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് അർബൻ മാവോയിസ്റ്റുകൾ പല കേന്ദ്രങ്ങളിലും സജീവമാണ്. സായുധ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ അവസാനിപ്പിച്ചു എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് അർബൻ മാവോയിസ്റ്റ് വിഭാഗങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നത്. പ്രത്യേകിച്ച് 150ഓളം അർബൻ മാവോയിസ്റ്റുകൾ നഗരങ്ങളിൽ, വിവിധ നഗരങ്ങളിലായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ അർബൻ മാവോയിസ്റ്റുകൾ പ്രധാനമായും ചെയ്യുന്നത് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാവോയിസ്റ്റ് സ്വാധീനം ആ പ്രദേശങ്ങളിലെല്ലാം അല്ലെങ്കിൽ ആ ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലെല്ലാം തന്നെ കടുത്ത കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതിൽ
അതിലൂടെ മാവോയിസ്റ്റ് തത്വങ്ങളിലേക്ക് അവരെ എത്തിക്കുക എന്നത് തന്നെയാണ്. PFI നിരോധനത്തിന് ശേഷം ഈ ആളുകൾക്ക് PFI ഭീകരവാദികൾക്ക് അവിടെ ചേക്കേറാൻ മറ്റു സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിൽ കുറെ ആളുകൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം ഭാഗമായി അതിൽ നുഴഞ്ഞു കയറി പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ചെറിയൊരു വിഭാഗം ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നതിന് ഒരു മറ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ തണൽ ആവശ്യമാണ്. അത്തരത്തിലാണ് ഈ അർബൻ മാവോയിസ്റ്റുകളുടെ ഭാഗമായി പ്രവർത്തിച്ചത്. പലപ്പോഴും അർബൻ മാവോയിസ്റ്റുകൾ അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പലതിലും മുൻ PFIയുടെ ഭീകരവാദി നേതാക്കളെ പലരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അവരെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുടെ അർബൻ മാവോയിസ്റ്റ് നേതാക്കളെ PFI അത് പല ലേബലുകളിൽ നിരോധനത്തിന് ശേഷം മറ്റു പല ലേബലുകളിൽ ചില പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ പകരം അർബൻ മാവോയിസ്റ്റുകളെയും ഈ പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും എല്ലാം ചെയ്തു. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിവിധ അന്വേഷണങ്ങൾ നടത്തുകയും അതിൻ്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയും ചെയ്യുകയാണ്. മാത്രമല്ല ദേശീയ അന്വേഷണ ഏജൻസി അടക്കം അർബൻ മാവോയിസ്റ്റുകൾക്കെതിരെയും മാവോയിസ്റ്റ് ഭീകരവാദ പ്രവർത്തനത്തിനെതിരെയും നടപടികൾ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് 4ഓളം കേസുകളിൽ അന്വേഷണ സംഘം അതിവേഗം തന്നെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറ്റപത്രം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേക കോടതിയിൽ കൊച്ചിയിലെ കലൂർ NIA കോടതിയിൽ സമർപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മാവോയിസ്റ്റ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസാണ്. അത് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി എന്ന സംഘടനയിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ക്യാമ്പുകൾ, സായുധ ക്യാമ്പുകൾ, ആ ക്യാമ്പുകളിലൂടെ നിരവധി ആളുകളെ മാവോയിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി എന്നതാണ് ഈ കേസ്. അതിൽ രാഘവേന്ദ്ര അടക്കമുള്ള മാവോയിസ്റ്റ് നേതാക്കൾക്ക് എതിരായ കുറ്റപത്രമാണ് അടുത്ത മാസം ജൂണിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് PFI ഭീകരവാദ ഗ്രൂപ്പുകൾ അർബൻ മാവോയിസ്റ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനെയും അതിനെ മറയാക്കി രാജ്യത്തിനെതിരായ നീക്കങ്ങൾ, കലാപങ്ങൾ, ഒപ്പം തന്നെ സായുധ മാവോയിസ്റ്റുകളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നത്. ശരി. രാജ്യത്തിന്റെ പ്രതിരോധ നിരയിലെ കരുത്തായ INS വിക്രമാദിത്യ വീണ്ടും പോർക്കളത്തിലേക്ക്. കൊച്ചി കപ്പൽശാലയിൽ റീഫിറ്റ് പൂർത്തിയാക്കിയാണ് പുതിയ ദൗത്യങ്ങൾക്ക് സജ്ജമായി ഭാരതത്തിന്റെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രമാദിത്യ കാർവാറിലേക്ക് തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് യുദ്ധക്കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചി കപ്പൽശാലയിൽ എത്തിച്ചത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, INS വിക്രമാദിത്യ അതിന്റെ പ്രൗഢി വീണ്ടെടുത്ത് വീണ്ടും പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണല്ലേ? രോഹിണി, തീർച്ചയായും INS വിക്രമാദിത്യ അത് പൂർവാധികം ശക്തിയോടെ ശത്രുക്കൾക്ക് നേരെ കരുത്തായി ഭാരതത്തിൻ്റെ പ്രതിരോധ നിരയിലെ ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്നായി തന്നെ നിലയുറപ്പിക്കാൻ വീണ്ടും പൂർണ്ണ സജ്ജമായി എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഭാരതം ഭീഷണികൾ നേരിടുന്നു. നിരന്തരമായ ആക്രമണങ്ങൾക്ക് അവർ കോപ്പുകൂട്ടുന്നു. എതിരാളികൾ എല്ലാ വിധത്തിലും രാജ്യത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ നിരയിൽ അടിച്ചാൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ നിരയിലെ ആയുധങ്ങളിൽ അല്ലെങ്കിൽ സജ്ജീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് INS വിക്രമാദിത്യ. INS വിക്രാന്തും വിക്രമാദിത്യയും എല്ലാം തന്നെ തീർക്കുന്ന ഒരു ചക്രവ്യൂഹമുണ്ട്, ഒരു പ്രതിരോധ നിരയുണ്ട്. ആ പ്രതിരോധ നിര തന്നെയാണ് ആ രാജ്യത്തിൻ്റെ കരുത്തായി നിലനിൽക്കുകയും ചെയ്തത്. അതാണ് റീഫിറ്റിംഗ് പൂർത്തിയാക്കി INS വിക്രമാദിത്യ കൊച്ചി കപ്പൽശാലയിൽ നിന്ന് വീണ്ടും കാർവാറിലേക്ക് തിരിക്കാൻ പോകുന്നത്. അതായത് ഈ പോർക്കളത്തിലേക്ക് പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത്. 1987 സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഈ കമ്മീഷൻ വിമാനവാഹിനി കപ്പൽ ഭാരതം വാങ്ങുന്നത്. 96 അത് ഡീകമ്മീഷൻ ചെയ്ത ശേഷം ഭാരതം വാങ്ങി. അതിനുശേഷം 2013 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായതാണ്. അന്ന് മുതൽ തന്നെ രാജ്യത്തിൻ്റെ കൃത്യമായി തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വിമാനവാഹിനി കപ്പലായി അത് INS വിക്രമാദിത്യ പ്രവർത്തിച്ചു വരികയും ചെയ്യുകയാണ്. ഇടയിലാണ് സാധാരണ കപ്പലുകൾക്ക് 5 വർഷത്തിലൊരിക്കൽ സർവീസുകൾ ഇത്തരത്തിൽ റീഫിറ്റിംഗ് നടത്താറുണ്ട്. അത് സാധാരണ വാഹനങ്ങളുടെ സർവീസുകളുടെ ഭാഗമായ ഒരു നടപടിക്രമമാണ്. ശരി ജിജീഷ്, എന്തായാലും വ്യക്തമാണ് രാജ്യത്തിന്റെ പ്രതിരോധ നിരയിലെ കരുത്തായ INS വിക്രമാദിത്യ വീണ്ടും പോർക്കളത്തിലേക്ക് കൊച്ചി കപ്പൽശാലയിൽ റീഫിറ്റ് പൂർത്തിയാക്കിയാണ് പുതിയ ദൗത്യങ്ങൾക്ക് സജ്ജമായി ഭാരതത്തിന്റെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രമാദിത്യ കാർവാറിലേക്ക് തിരിക്കുന്നത്.
ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതത്തെ ആക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. ഈ വാക്കുകൾ വാർത്താ സമ്മേളനത്തിൽ ഇടിമുഴക്കം പോലെ പാകിസ്ഥാനുള്ള മറുപടിയായപ്പോൾ ഏറെ ആത്മാഭിമാനം തോന്നിയത് തൃശൂർ ജനതയ്ക്കു കൂടിയാണ്. മലയാളി നാവിക ഉദ്യോഗസ്ഥനായ വൈസ് അഡ്മിറൽ AN പ്രമോദിനെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം പഠിച്ച സ്കൂളിലെ അധ്യാപകരും പറഞ്ഞു. പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ ചോരക്കളിക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം മറുപടി നൽകുന്നു. ഇതിന് പിന്നാലെ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യമുണ്ടാകുന്നു. ഇതിനുശേഷം പാകിസ്ഥാന് മറുപടിയായി നാവികസേനയെ പ്രതിനിധാനം ചെയ്ത് എത്തിയ ഉദ്യോഗസ്ഥനാണ് വൈസ് അഡ്മിറൽ AN പ്രമോദ്. ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പും മറുപടിയും കൂടിയായിരുന്നു. രാഷ്ട്രത്തിന്റെ നിലപാട് പ്രമോദിന്റെ നാവിലൂടെ വന്നപ്പോൾ അഭിമാനത്തോടെ തലയുയർത്തി നിന്നത് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ തൃശൂർ കുരിയച്ചിറയിലെ സെന്റ് പോൾ ഇംഗ്ലീഷ് UP സ്കൂളാണ്. 1974 ജൂൺ 3-ാം തീയതി 1176 അഡ്മിഷൻ നമ്പറിൽ 1-ാം ക്ലാസ്സിൽ ചേർന്ന AN പ്രമോദ് കുമാർ ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായതിൽ ഏറെ സന്തോഷമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് AN പ്രമോദ് കുമാർ. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അദ്ദേഹം ഇവിടെ 3/6/1974 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തത്. 1976 ഇവിടെ നിന്ന് പോയത്. 2 വർഷമാണ് ഈ വിദ്യാലയത്തിൽ പഠിച്ചതായിട്ട് നമുക്ക് രജിസ്റ്റർ പ്രകാരം കാണുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ഇത്രയും വലിയൊരു കവറേജ്, ഇത്രയും വലിയൊരു പോസ്റ്റ് ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൂർക്കഞ്ചേരി കാട്ടുങ്ങൽ വീട്ടിൽ ചിത്രയുടെയും സിവിൽ എഞ്ചിനീയറായിരുന്ന AG നടരാജന്റെയും ഇളയ മകനായി 1969 AN പ്രമോദ് കുമാറിന്റെ ജനനം റായ്പൂരിലായിരുന്നു. അച്ഛൻ ജോലിസ്ഥലത്തായിരുന്നതിനാൽ അമ്മയാണ് പ്രമോദിനെ തൃശൂരിലെ സ്കൂളിൽ ചേർത്തത്. അമ്മയുടെ മരണശേഷം 3-ാം ക്ലാസ് പഠനം തുടങ്ങുമ്പോഴേക്കും പ്രമോദ് ഇവിടെ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയി. തുടർന്ന് ഗ്വാളിയാറിലെ കാർമൽ സ്കൂളിലായിരുന്നു പഠനം. 8 മുതൽ 12 വരെ രാജസ്ഥാനിലെ ധോൽപൂർ മിലിറ്ററി സ്കൂളിൽ പഠിച്ചു. 1990 ജൂലൈയിലാണ് നാവികസേനയിൽ അംഗമായത്. 2021 ജനുവരിയിൽ ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ ഡെപ്യൂട്ടി കമാൻഡറും ചീഫ് ഇൻസ്ട്രക്ടറുമായി. 2024 ജനുവരി മുതലാണ് ഡയറക്ടർ ജനറൽ നേവൽ ഓപ്പറേഷൻസ് എന്ന ഉന്നത തസ്തികയിലേക്ക് എത്തിയത്. അതിവിശിഷ്ട സേവാ മെഡൽ അടക്കം രാഷ്ട്രം നിരവധി ബഹുമതികൾ വൈസ് അഡ്മിറൽ AN പ്രമോദിന് സമ്മാനിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ. കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണമെന്ന് പരാതി. തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഇർഷാദിന്റെ വീടാണ് ഒരു സംഘം ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരെന്ന് ഇർഷാദ് ആരോപിച്ചു. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പറയൂ. ോടുകൂടിയാണ് കണ്ണൂർ തളിപ്പറമ്പിലെ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നത്. തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഒരു സംഘം അക്രമം അഴിച്ചുവിട്ടത്. ജനൽസിലുകളും കാറുകളും ബൈക്കുകളും അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി. അക്രമത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇന്നലെ രാത്രി പാനൂരിലും സമാനമായൊരു സംഭവം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാനൂരിൽ SFI പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിൽ കയറി പതാകകൾ വലിച്ചിട്ട് കത്തിച്ചു എന്നാണ് ആരോപണം ഉണ്ടായത്. ഈ മലപ്പട്ടം വിഷയത്തിലെ പ്രതിഷേധ പ്രകടനത്തിനിടെയായിരുന്നു ഇത്തരമൊരു സംഭവം. ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാനൂർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒടുവിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പ്രവർത്തകർ മടങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് CPM സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. CPM-ഉം കോൺഗ്രസും കൊലവിളിയും ഭീഷണിയുമായി രംഗത്തെത്തിയതോടെ കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും സംഘർഷഭരിതമാകുന്നു. കണ്ണൂർ മലപ്പട്ടത്ത് ഉൾപ്പെടെ നടന്ന സംഭവങ്ങളുടെ പേരിലാണ് CPM-ഉം കോൺഗ്രസും പരസ്പരം കൊമ്പുകോർക്കുന്നത്. ഏറെ നാളായി സമാധാനത്തിൽ കഴിയുന്ന കണ്ണൂർ ജനതയെ ആശങ്കയിലാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ.
കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് തകർത്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. തൊട്ടു പിന്നാലെ ഫ്ലെക്സ് തകർത്ത മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിനു മുന്നിൽ പാർട്ടി സ്തൂപം അടിച്ചു തകർക്കുകയും ഇയാളുടെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. സമാധാനത്തിൽ കഴിയുന്ന ആളുകൾക്കിടയിലേക്ക് പരസ്പരം പോർവിളികളും ഭീഷണിയുമായി CPM കോൺഗ്രസ് നേതാക്കളെത്തി. ആദ്യം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വകയായിരുന്നു പ്രകോപനം. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഉയർന്നു. SFI പ്രവർത്തകൻ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യം. ഇതിനു മറുപടിയുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ രംഗത്തെത്തി. ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ വരുന്നവന് ഞങ്ങൾ ഒരു പുഷ്പചക്രം ഒരുക്കി വെക്കുമെന്നായിരുന്നു മറുപടി. ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല, അത് വേണമെങ്കിൽ ഇനിയും എടുക്കും. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആ കത്തിയെടുത്തിട്ട് വന്നോക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും, മനസ്സിലായിക്കൊള്ളുക. പരസ്പരം പോർവിളികളും ഭീഷണികളുമായി നേതാക്കൾ തന്നെ രംഗത്ത് വരുമ്പോൾ പൊതുജനങ്ങളാണ് ആശങ്കയിലാകുന്നത്. ദീർഘനാളായി കണ്ണൂരിൽ പുലരുന്ന സമാധാനം നശിപ്പിക്കാനുള്ള ശ്രമമാണോ ഇരുകൂട്ടരും നടത്തുന്നതെന്നാണ് ഉയരുന്ന വിമർശനം. ജനം, കണ്ണൂർ. ആശങ്കയൊഴിയാതെ സംസ്ഥാനത്ത് കോളറ ബാധ. 2 മാസത്തിനിടെ 2 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 2024 ജൂലൈയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ കോളറ രോഗം റിപ്പോർട്ട് ചെയ്തത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, അല്പം ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യം തന്നെയാണോ? ആലപ്പുഴ തലവടിയിൽ കോളറ ബാധിച്ചൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ സംസ്ഥാനം കോളറ ഭീതിയിലാകുകയാണോ? പ്രശാന്തിലേക്ക് എത്താം. എന്തായാലും സംസ്ഥാനത്ത് കോളറ ബാധ സ്ഥിരീകരിക്കുന്നതിൽ വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത്. 2 മാസത്തിനിടെ 2 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളത് ഏറെ ഗൗരവതരമായ ഒരു വസ്തുത കൂടിയാണ്. പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, പറയൂ. രോഹിണി, സംസ്ഥാനത്ത് കോളറ ബാധ വീണ്ടും പടർന്നു പിടിക്കുന്നൊരു സാഹചര്യമുള്ളത്. ആദ്യം അത് തിരുവനന്തപുരം സ്വദേശിക്കാണെങ്കിൽ തിരുവനന്തപുരം സ്വദേശി ഒരു 68 വയസ്സുകാരനാണ് കോളറ ബാധ ഏറ്റു മരിച്ചത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ആ മരണം സംഭവിക്കുന്നത്. 1 മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ, അതായത് 1 മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ അടുത്ത മരണവും സംഭവിച്ചിരിക്കുന്നു. ആലപ്പുഴ തലവടി സ്വദേശി, എടത്വ തലവടി സ്വദേശിയുടെ മരണമാണ്. ഇങ്ങനെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലായി കോളറ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ തുടരെ മരണം സംഭവിക്കുന്നത്. ഈ കോളറ ബാധിച്ച് മരണം സംഭവിക്കുന്നത്. പല ഇടങ്ങളിലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഇത്തരത്തിൽ രോഗബാധ പടർന്നു പിടിക്കുന്നതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ടായിരുന്നു. നേരത്തെയും ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിനൊരു നിയന്ത്രണ വിധേയമാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന് തന്നെ പലയിടങ്ങളിലും കോളറ എന്ന് സംശയിക്കുന്നതിലൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിനിടയിൽ 2 മരണവും സംഭവിച്ചിരിക്കുന്നു. 1 മാസത്തിനിടയിലാണ് 2 മരണം സംഭവിച്ചത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. കാരണം നമ്മൾ കോളറയെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അവകാശപ്പെടുന്നൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഒട്ടേറെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ നടത്തിക്കൊണ്ട് കോളറയെ സമൂലമായി നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുന്നൊരു സംസ്ഥാനത്താണ് വീണ്ടും ഇത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഇങ്ങനെ കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആരോഗ്യനിലയെ കാര്യമായി ബാധിക്കും. സംസ്ഥാനത്തിൻ്റെ തന്നെ ആരോഗ്യ സ്ഥിതിയെ കാര്യമായി ബാധിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. മലിനജലം ഉപയോഗിക്കുന്നതാണ് ഇത്. മലിനജലം മൂലമാണിത് കൂടുതലായി പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഈ ഒരു രോഗബാധ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുകയും ചെയ്തു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നാലെ, അതായത് രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നത് വേണം നാം മനസ്സിലാക്കാൻ. അതത് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതോടൊപ്പം തന്നെ ആ സ്ഥലം, അതായത് ഏതൊക്കെ സ്ഥലത്താണ് കോളറ പടർന്നു പിടിക്കുന്നത് അവിടെ മാത്രം നിരീക്ഷണങ്ങൾ ശക്തമാക്കുകയും രോഗികളോട് സമ്പർക്കം പുലർത്തിയവരെയും രോഗം ബാധ സ്ഥിരീകരിച്ചതോടനുബന്ധിച്ചുള്ള ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലെ മലിനജലങ്ങളെല്ലാം അല്ലെങ്കിൽ കിണർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ വെള്ളത്തിൻ്റെ സാമ്പിളുകൾ എടുത്തുകൊണ്ടൊരു പരിശോധന നടത്തുന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ സമൂലമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇതിന് ഒരു പരിശോധന നടത്തുവാനോ അല്ലെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ രണ്ടാമതും ഇതുപോലെ രോഗബാധ ഉണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുവാനോ പഠനം നടത്തുവാനോ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. കോളറ ബാധിച്ച് 2 മരണമാണ് നിലവിൽ 1 മാസത്തിനിടയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20-ാം തീയതി ആണ് ഒരു മരണമുണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും അടുത്ത മരണം കൂടി
റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുന്നത്. അതീവ ഗൗരവത്തോടു കൂടി തന്നെ വേണം ആരോഗ്യവകുപ്പും ഇത് കാണേണ്ടതെന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളൊന്നും അതിൽ ആരോഗ്യമന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ തേടുന്നുണ്ട്. മാത്രമല്ല ആരോഗ്യവകുപ്പ് എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചും വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥലത്ത് എടത്വ തലവടി സ്ഥലത്ത് ഇത്തരത്തിൽ പ്രാദേശികമായ ഇടങ്ങളിൽ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗിയോട് സമ്പർക്കം പുലർത്തിയവരടക്കം നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതടക്കമുള്ള നടപടി അല്ലെങ്കിൽ നിരീക്ഷണം രോഗബാധ സ്ഥിരീകരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടി വേണം ഈ സംസ്ഥാനം ഇതിനെ കാണാൻ. കാരണം ഇത്തരത്തിൽ രോഗബാധ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിലേക്ക് എത്തും. കാരണം കുട്ടികളിലേക്കൊക്കെ ഇത് പടർന്നു പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രോഗബാധ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പും വേണ്ട ഗൗരവത്തോടു കൂടി തന്നെ വേണം ഈ വിഷയത്തെ കൈകാര്യം കാണാൻ എന്നത് വേണം ഇപ്പോൾ പൊതുസമൂഹവും പറയുന്നത്. ആ നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമെന്നാണ് പ്രതീക്ഷ. രോഹിണി. അതെ, തീർച്ചയായും സംസ്ഥാനത്ത് കോളറ പടർന്നു പിടിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ഊർജിതമാക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത്. ആരോഗ്യമന്ത്രി വെറുതെ റിപ്പോർട്ടുകൾ തേടിയതുകൊണ്ട് കാര്യമില്ല. ക്രിയാത്മകമായ ഒരു നടപടിയിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ആശങ്ക അകലുകയുള്ളൂ. ഇതേ വാർത്തയുമായി തന്നെ ആലപ്പുഴയിൽ നിന്ന് നിഷയും ചേരുന്നുണ്ട്. നിഷ, ആലപ്പുഴ തലവടി സ്വദേശിയായ PG രഘു കോളറ ബാധിച്ച് മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എന്തായാലും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത്. ഇത് പടർന്നു പിടിക്കാതെ തടയിടേണ്ടത് ആരോഗ്യവകുപ്പിന്റെ കടമ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ആശങ്കക്കിടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളല്ലേ ഇനി പൂർത്തീകരിക്കേണ്ടത്? എടത്വ തലവടി സ്വദേശിയാണ് കോളറ ബാധിച്ച് മരിച്ച PG രഘു. 48 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇയാൾ മരിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രഘുവിനെ കടുത്ത വയറുവേദനയും ഛർദിയും തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ രക്തപരിശോധനയിൽ രഘുവിന് കോളറയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അന്നു മുതൽ തന്നെ ഇയാൾ വെന്റിലേറ്ററിലും ആയിരുന്നു. രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വീട്ടുകാർ അറിയിച്ചു. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ പരിശോധനകൾ നടത്തി. തുടർന്നാണ് കോളറ സ്ഥിരീകരിച്ചത്. രഘു ഒരു ലോറി ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് ഇയാൾ ഈ ലോറിയുമായി പല സ്ഥലങ്ങളിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എവിടെ നിന്നെങ്കിലും ആണോ രോഗബാധ ഉണ്ടായത് എന്ന രീതിയിൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല തലവടി പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. തലവടി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ രഘുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകളെയും നിരീക്ഷിക്കാനായി ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും രഘുവിന്റെ സമ്പർക്ക പട്ടികയും അയാൾ സഞ്ചരിച്ച സ്ഥലങ്ങളും അടക്കം ആ സ്ഥലങ്ങളിലും അടക്കം പരിശോധനകൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. രഘുവിന് കോളറ ബാധ സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ തലവടി പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിശദമായ അവലോകന യോഗം ചേർന്നിരുന്നു. തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള യോഗമായിരുന്നു. എന്തായാലും ഈ ജലസ്രോതസ്സുകളിലെ സാമ്പിൾ അടക്കമുള്ളവ പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും തലവടി നിവാസികൾക്കും നീരേറ്റുപുറം ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രഘുവിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ടാണ്. ഇപ്പോൾ തിരുവല്ലയിലെ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. 9 മണിയോടുകൂടി തന്നെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരും. സംസ്കാരം വൈകിട്ട് 3:30 വീട്ടുവളപ്പിലാണ് നടക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ബെയ്ലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വഞ്ചിയൂരിലെ തുറന്ന കോടതിയിലാണ് ഹാജരാക്കുക. ഇന്നലെ വൈകിട്ട് തുമ്പ സ്റ്റേഷൻ കടവിൽ നിന്ന് പിടികൂടിയ പ്രതിയെ വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പറയൂ. വഞ്ചിയൂരിലെ തുറന്ന കോടതിയിൽ 11 മണിയോടുകൂടിയാണ് പ്രതിയെ ഹാജരാക്കുക. തുടർന്നായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പോലീസ് കസ്റ്റഡി വാങ്ങുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റഡി വാങ്ങിയ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. അതുമാത്രമല്ല, കൂടുതൽ ചോദ്യം ചെയ്യൽ, ഇനിയും എന്തെങ്കിലും വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ടെങ്കിൽ അതും പോലീസ് ചോദിച്ച് മനസ്സിലാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം DCPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. 1.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അത്. അതിന് പിന്നാലെയാണ് പ്രതിയെ വൈദ്യപരിശോധന അടക്കമുള്ളവയ്ക്കായി ഫോർട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇന്നലെ 6 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ തുമ്പ സ്റ്റേഷൻ പരിധിയിൽ നിന്നും സ്റ്റേഷൻ കടവ് എന്ന സ്ഥലത്ത് നിന്നും പ്രതിയെ പിടികൂടുന്നത്. അതിനുശേഷം വഞ്ചിയൂർ പോലീസിലേക്ക് കൈമാറുകയാണ് ചെയ്തത്.
വഞ്ചൂർ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമാണ് DCPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. വലിയ രീതിയിൽ വിവാദമായൊരു വിഷയം ആണ് ഈ വനിതാ അഭിഭാഷകയെ, ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം. മുഖത്ത് കടുത്ത രീതിയിൽ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കവിളിലും ചെവിക്കും പരിക്കേറ്റ യുവതി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരുന്നു. ആദ്യം ജനറൽ ആശുപത്രി, തുടർന്ന് അവിടെ നിന്നും റഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. യുവതിക്ക് സംസാരിക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അറിയിച്ചത്. വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായ സംഭവമാണ്. അതായത് അകാരണമായി മർദ്ദിച്ചു എന്നാണ് യുവതി ആരോപിക്കുന്നത്. തന്നെ ഓഫീസിൽ നിന്നും പറഞ്ഞയച്ചതിൻ്റെ കാരണം ചോദിക്കാൻ ചെന്നപ്പോൾ മർദ്ദിച്ചു എന്നതാണ് യുവതിയുടെ ഭാഷ്യം. അഭിഭാഷക പറയുന്നത് എന്തായാലും എന്തു തന്നെയായാലും അങ്ങനെ മർദ്ദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു സ്ത്രീയോട് ഇത്തരത്തിൽ രീതി പെരുമാറാൻ പാടില്ല. അത് നിയമം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവർ, അല്ലെങ്കിൽ നിയമപാലനത്തിന് ബാധ്യതപ്പെട്ടവർ തന്നെയാണ് ഈ അഭിഭാഷകരും. അപ്പോൾ ആ അഭിഭാഷകരുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നടക്കമുള്ളതാണ് വിമർശനങ്ങളായി ഉന്നയിക്കുന്നത്. മന്ത്രി P. രാജീവ് അടക്കം ഇതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. പോലീസും പിന്നിടുമ്പോഴാണ്, അതായത് 2 ദിവസം പിന്നിട്ട് കഴിയുമ്പോഴാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ സംഭവം നടന്ന ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. 2 ദിവസവും പ്രതി ഒളിവിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എവിടെ പോയി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇവിടെ പ്രതിയെ കണ്ടെത്തുന്നതിനടക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച ചെറുതല്ല. കാരണം ഈ തിരുവനന്തപുരത്തിൻ്റെ നഗരപരിധി വിടുന്നതിന് മുമ്പ് നഗരപരിധിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ കടവ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരപരിധി തന്നെയുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നിട്ട് പോലും പോലീസിന് കണ്ടെത്തുവാനോ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. അതായത് പോലീസിൻ്റെ ഒത്തുകളിയാണ്, അല്ലെങ്കിൽ പോലീസ് കാര്യക്ഷമമായിട്ടല്ല ഈ വിഷയത്തെ കണ്ടത്, അല്ലെങ്കിൽ അന്വേഷണത്തെ കണ്ടതെന്ന്, അതുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തതെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്തിരുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ പിടികൂടിയത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തുറന്ന കോടതിയാണ്. 11 മണിയോടുകൂടിയായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനു മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരവും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തുടർന്ന് നടപടികൾ എന്തൊക്കെയാണെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ സമയത്ത് താൻ കോടതിയിലെല്ലാം പറഞ്ഞോളാമെന്നാണ് ആദ്യ പ്രതികരണം എന്ന നിലയിൽ ഈ ബെയിലിൻദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തനിക്ക് കോടതിയുടെ ഭാഗത്ത് നിൽക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് കോടതി പറയാമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് മാധ്യമങ്ങളോട്. ഏതായാലും 11 മണിയോടുകൂടി തുറന്ന കോടതിയിൽ ഹാജരാക്കും. അവിടെ ബെയിലിൻദാസിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കും. തുടർന്ന് ജാമ്യ അപേക്ഷ പരിഗണിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. മാത്രമല്ല അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം വഞ്ചൂർ കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ബെയിലിൻദാസിനെ അറസ്റ്റ് ചെയ്തതിൽ ആശ്വാസവും സന്തോഷവുമെന്ന് അഡ്വക്കേറ്റ് JV ശ്യാമിലി. ബെയിലിൻദാസിന് മർദ്ദനമേറ്റത് പ്രതിയുടെ ഡിഫൻസ് മാത്രമാണ്. പ്രതിക്ക് രക്ഷപ്പെടാൻ സഹായമുണ്ടായി. രക്ഷപ്പെടാൻ സഹായിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് പോലീസ് തീരുമാനിക്കട്ടെ എന്നും ശ്യാമിലി പ്രതികരിച്ചു. ഇത് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി കോടതിയുടെ തീരുമാനം എന്ത് തന്നെ ആയാലും ഞാനത് അംഗീകരിക്കുന്നു. കൂടെ നിന്നവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ആസ് എ ലോയർ എനിക്കും ആസ് എ ലോയർ പ്രതിക്കും രണ്ടുപേർക്കും എനിക്ക് നീതി ലഭിച്ചു, പ്രതിക്ക് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഈ മാസം 27ഓടെ കാലവർഷം എത്തിച്ചേരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ്, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിച്ചേർന്നു. കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്നും അറിയിപ്പ് വ്യക്തമാക്കുന്നു. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, കേരളത്തിൽ കാലവർഷത്തിന് തുടക്കമാകുന്നു എന്നാണോ വിവരം? തീർച്ചയായിട്ടും രോഹിണി, സാധാരണയേക്കാൾ ഇത്തവണ കാലവർഷം അതിശക്തമായി തന്നെ വരുമെന്നാണ് നമുക്ക് വിദഗ്ധരിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നതെന്ന് പറയുന്നത്. മൺസൂണിന്റെ അഭാവം കാരണം, എൽനിനോയുടെ അഭാവം കാരണം മൺസൂൺ വളരെ വേഗം തന്നെ എത്താൻ സാധ്യതയുണ്ടെന്നും സെപ്റ്റംബർ വരെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അതിശക്തമായ മഴ തന്നെയായിരിക്കും ഇത്തവണ. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെല്ലാം തന്നെ ശക്തമായ
ഒരു കടലിനോട് ചേർന്ന ഒരു നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള സമയങ്ങളിൽ ഈ ഒരു മൺസൂൺ എത്തിച്ചേരാൻ വൈകില്ല എന്നുകൂടിയാണ് വിദഗ്ധർ പറയുന്നത്. അവിടെ ദ്വീപുകളിൽ നിന്നുള്ള കാലവർഷത്തിന്റെ കണക്കുകളും അതുപോലെ തന്നെ അവിടെ എത്തിച്ചേരുന്ന മഴയും വെയിലും തമ്മിലുള്ള വ്യതിയാനങ്ങളെല്ലാം തന്നെ കൂടിച്ചേരുമ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും മഴ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ മാസം 27 മുതൽ മെയ് 27 മുതൽ കാലവർഷം എത്തിച്ചേരുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിന് 2-3 ദിവസം മുൻപോ അല്ലെങ്കിൽ ശേഷമോ ഉടൻ തന്നെ കാലവർഷം വന്നു ചേരുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ അന്തരീക്ഷത്തിൽ താപനിലയിൽ കുറവൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. രാവിലെ താപനില നല്ലപോലെ തന്നെ എന്നാൽ കൂടുതലായി തന്നെയാണ് തുടരുന്നത്. എന്നാൽ വരും മണിക്കൂറുകളിൽ ഈ ഒരു ചൂടിന് ശമനം ഉണ്ടാകും എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ വൈകുന്നേരത്തോടടുക്കുമ്പോൾ ഒരു കടലിൽ പോകുന്നവരോട് പോകാതിരിക്കാനും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ ആരും തന്നെ കടലിനോട് ചേരുന്ന പരിസരത്തൊന്നും തന്നെ നിൽക്കരുത് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സമുദ്ര വിദഗ്ധ പഠന വകുപ്പും നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടൽ പോകുന്നത് കുറയ്ക്കണമെന്നുകൂടി പറയുന്നുണ്ട്. മൺസൂൺ എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. രോഹിണി, സ്കൂൾ തുറന്നാൽ 2 ആഴ്ച കുട്ടികൾക്ക് സന്മാർഗ പഠനം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ്. ലഹരി ഉപയോഗം മുതൽ പൊതുമുതൽ നശിപ്പിക്കൽ വരെയുള്ള സാമൂഹിക വിപത്തുകളിൽ കുട്ടികളെ ജാഗ്രതപ്പെടുത്താനുള്ള ബോധവൽക്കരണം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം. 2 ഘട്ടമായാണ് വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണം നടത്തുക. ശാലിനി ചേരുന്നു. ശാലിനി, ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ കുറച്ചാഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ആദ്യത്തെ 2 ആഴ്ച കുട്ടികൾക്ക് സന്മാർഗ പഠനം നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുക? രോഹിണി, സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാൻ ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ലഹരി ഉപയോഗം അടക്കം വർദ്ധിച്ച സാഹചര്യത്തിൽ അതിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക, ഒപ്പം തന്നെ അവർക്കൊരു സന്മാർഗ മാർഗം സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു യജ്ഞത്തിന് തുടക്കമിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സംസ്ഥാന വ്യാപകമായി ഈ ഡ്രഗ്സ് ക്യാമ്പയിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സമാനമായ രീതിയിൽ ഈ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ചക്കിടയിൽ അല്ലെങ്കിൽ സ്കൂൾ തുറന്ന് ആദ്യ ദിനങ്ങളിൽ ആദ്യത്തെ 2 ആഴ്ചകളിൽ ക്ലാസുകൾക്ക് പകരം ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളാണ് എടുക്കുന്നത്. ഒന്ന്, വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന അമിത മൊബൈൽ ഉപയോഗം, ഒപ്പം തന്നെ ഈ അമിതമായിട്ടുള്ള വാഹനപ്രേമം, കൂടാതെ ലഹരി ഉപയോഗം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി ആദ്യ 2 ആഴ്ചകൾ LP ഹയർ സെക്കൻഡറി LP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ നടത്തും. അതിനുശേഷം ജൂൺ 18 മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ടായിരിക്കും ഒരാഴ്ച ക്ലാസുകൾ സംഘടിപ്പിക്കുക. ക്ലാസുകളിൽ വിദഗ്ധരടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മേഖലകളിലെ അടക്കമുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടക്കം ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്ലാസ് എടുക്കാൻ, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അധ്യാപകർക്കും പ്രത്യേകമായിട്ടുള്ള ക്ലാസുകളും ശില്പശാലകളും നടത്താനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ നടപടികൾ പൂർത്തിയാക്കി പൂർണ്ണമായും വിദ്യാർത്ഥികളെ ആദ്യത്തെ 2 ആഴ്ചകളിൽ പാഠപുസ്തക പഠനത്തിന് അപ്പുറം അതിന് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ, ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ബോധവൽക്കരണം നടത്തി നല്ല പൗരന്മാരാക്കി വിദ്യാലയങ്ങളിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കമിടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യയൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മയക്കുമരുന്നിന് പുറകെ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. സ്കൂൾ പരിസരങ്ങളിലൊക്കെ തന്നെ ഈ അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ, ലഹരി കൈമാറുന്ന ആളുകളെയും ഒക്കെ നമ്മൾ കാണുകയും വാർത്തകളായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും വിവിധ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു യജ്ഞത്തിന് തുടക്കമിടുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് സ്കൂൾ തുറന്ന് ക്ലാസുകൾ ആരംഭിച്ച് 2 ആഴ്ചക്കാലം പാഠപുസ്തകങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാതെ പകരം ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ ക്ലാസുകൾ സംഘടിപ്പിച്ച് കുട്ടികളെ ഒരു പുതു തലമുറയെ വാർത്തെടുക്കുക, അല്ലെങ്കിൽ ആ പുത്തൻ തലമുറയെ മറ്റ് അമിത ഉപയോഗങ്ങളിൽ നിന്നും അമിതമായിട്ടുള്ള മറ്റ് ഇടപെടലുകളിൽ നിന്നും ഒഴിവാക്കി വിദ്യാഭ്യാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ യജ്ഞത്തിലൂടെ തുടക്കമിടുന്നത്. ജൂൺ 2 ഔദ്യോഗിക
സ്കൂൾ തുറക്കൽ കഴിഞ്ഞാൽ 2 ആഴ്ചക്കാലം ഇതിന് മാത്രമായി വിദ്യാഭ്യാസ വകുപ്പ് മാറ്റിവെക്കുന്നുമുണ്ട്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യം തകർച്ചയുടെ വക്കിലെന്ന് തുറന്നടിച്ച് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം. ഇന്ത്യ സഖ്യത്തിന് ശോഭനമായൊരു ഭാവി ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ഇന്ത്യ സഖ്യം ഇപ്പോൾ ഉണ്ടോ എന്നത് തന്നെ സംശയമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. BJP പോലെ കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടി വേറെ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോഴും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. India alliance is totally intact. I'm very, very happy. But it is, it shows it's at the seams, it's frayed. It can be put together. There is still time. There are still events which will unfold, which can be. But the underlying premise of Mr. Yadav's argument is correct. If you want to take on the formidable BJP machinery, in my experience and my reading of history, there has been no political party which is so formidably organized as the BJP. In every department, it's formidable. It's not another political party. It's a machine behind which it's a machine, and the two machines control all the machinery of India. അധികൃതരുടെ അവഗണന മൂലം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുകയാണ് കൊല്ലത്തെ തിരുമുല്ലവാരം ബീച്ച്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ബീച്ചിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ല. ബലിതർപ്പണത്തിനായി അടക്കം നിരവധി പേർ എത്തുന്ന ഈ കടൽ തീരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല. ശക്തി കുറഞ്ഞ തിരകളും ശാന്തമായ അന്തരീക്ഷവും കൊല്ലത്തെ ഭംഗിയേറിയ തിരുമുല്ലവാരം ബീച്ച് ഇന്ന് അവഗണന നേരിടുകയാണ്. കേരളത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രം കൂടിയാണ് ഇവിടം. ഓരോ ദിവസവും നിരവധി പേരാണ് ബലിയർപ്പിക്കാനായി എത്തുന്നത്. വൈകുന്നേരങ്ങൾ ആസ്വദിക്കാനായി പലരും കുടുംബാംഗങ്ങളുമായി ബീച്ചിലേക്ക് എത്തും. എന്നാൽ അടിസ്ഥാന വികസനങ്ങൾ പോലും ഇതുവരെ ഇവിടെ തീരം തൊട്ടിട്ടില്ല. വഴിവിളക്കുകളൊക്കെ തകർന്ന അവസ്ഥയിൽ, തൂണുകളെല്ലാം തുരുമ്പെടുത്ത് ഒടിഞ്ഞു വീണിരിക്കുന്നു. കുട്ടികൾക്കായി സ്ഥാപിച്ചിരുന്ന പാർക്കിലെ ഉപകരണങ്ങളെല്ലാം പൊളിച്ചുമാറ്റി. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതാണെന്ന് പറയുമ്പോഴും മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ല. രാത്രിയായാൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി സംഘങ്ങളുടെയും വിഹാര കേന്ദ്രമാകും. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾക്കായിട്ടില്ല. ഈ ബീച്ചിൻ്റെ അവസ്ഥ നിലവിൽ വളരെ ശോചനീയ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിലവിലുള്ള ഈ ലൈറ്റ് സംവിധാനങ്ങളായാലും മറ്റെല്ലാ സംവിധാനങ്ങളും പൊളിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാനും ഇരിക്കാനും ഒക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത്ര രീതിയിലൊരു സൗകര്യം ഒരുക്കി കൊടുക്കാനോ ഒന്നും ഇവിടെ സാധിക്കുന്നില്ല. പിന്നെ ഒരു 6 മണി 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇവിടെ ഇരുട്ടായതുകൊണ്ട് ഉള്ളിലേക്ക് സ്ത്രീകളാണ് കൂടുതൽ വൈകുന്നേരങ്ങളിൽ വരുന്നത്. അവർക്കൊന്നും കടക്കാൻ പോലും കഴിയില്ല. പലതരത്തിലുള്ള ഈ സിറിഞ്ച് ഉപയോഗവും പല തരത്തിലുള്ള ലഹരി ഉപയോഗവും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ വളരെ ഭീമകരമായ ശല്യമൊക്കെയാണ്. കോർപ്പറേഷൻ കുറേ പദ്ധതികൾ ഇവിടെ വെക്കുകയും അതൊന്നും മുമ്പിലോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയേ കാണാം, ഇവിടെ എല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന സംഭവങ്ങളാണ്. കാലപ്പഴക്കം മൂലം കടലിലേക്ക് ഇറക്കി നിർമ്മിച്ച കോൺക്രീറ്റ് പാതകളടക്കം നശിച്ചു തുടങ്ങി. പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള വികസനവും ഇവിടേക്ക് എത്തുന്നില്ല. കൊല്ലം കോർപ്പറേഷനും സർക്കാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന. തിരുമുല്ലവാരം ബീച്ച് മനോഹാരിത വീണ്ടെടുക്കുവാനുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. ജനം, കൊല്ലം. വാളയാറിൽ സ്ഫോടക വസ്തുശേഖരം പിടികൂടി. 25,000 ജലാറ്റിൻ സ്റ്റിക്ക്, 1,500 ഡിറ്റനേറ്റർ എന്നിവയാണ് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശി പിടിയിലായി. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. പാലക്കാട് വാളയാറിലാണ് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയിരിക്കുന്നത്. 25,000 ജലാറ്റിൻ സ്റ്റിക്കും അതുപോലെ തന്നെ 1,500
ഡിറ്റനേറ്റർ എന്നിവയാണ് പിടികൂടിയിരിക്കുന്നത്. പോലീസിന്റെ പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ വലിയൊരു അളവിൽ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ എന്തിനാണ് അത്രയും വലിയ അളവിൽ സ്ഫോടക വസ്തു കൊണ്ടുവന്നത്, അതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പിടിയിലായ മണികണ്ഠനെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കുറ്റിച്ചലിൽ പൊതു ശ്മശാനത്തിനായി പഞ്ചായത്ത് വാങ്ങിയിട്ട ചിലന്തിക്കുഴിയിലെ ഭൂമി കാട് കയറിയ നിലയിൽ. ശ്മശാനത്തിനായി ഭൂമിയുണ്ടെങ്കിലും ജനങ്ങൾക്ക് മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ മറ്റിടങ്ങൾ തേടേണ്ട അവസ്ഥയാണ്. നമ്മളിപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പൊതു ശ്മശാനത്തിനായി പഞ്ചായത്ത് അനുവദിച്ച വഴിയിൽ കൂടെയാണ്. തികച്ചും ദുർഘടമായ ഈ വഴിയിൽ കൂടെയാണ് ഒരു മൃതദേഹം വഹിച്ചുകൊണ്ട് ആളുകൾ ആ ശ്മശാനത്തിലേക്ക് എത്തുന്നത്. നമുക്ക് എന്തായാലും ആ ശ്മശാനം വരെ ഒന്ന് പോയി നോക്കാം. കുറ്റിച്ചൽ പഞ്ചായത്തിൽ ശ്മശാനത്തിനായി ഭൂമിയുണ്ടെങ്കിലും ജനങ്ങൾക്ക് മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ മറ്റിടങ്ങൾ തേടണം. ഇവിടേക്ക് എത്താനുള്ളത് ഒരു നടവഴി മാത്രമാണ്. നിലവിൽ കാട് മൂടി ഇഴജന്തുക്കളുടെയും വന്യമൃഗങ്ങളുടെയും താവളമാണ് കോട്ടൂർ വനത്തിനോട് ചേർന്ന ഈ ശ്മശാന ഭൂമി. വഴിയില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും തന്നെയില്ല. ഈ കാണുന്ന 50 സെന്റ് ഭൂമിയാണ് പൊതു ശ്മശാനത്തിനായി 18 വർഷങ്ങൾക്ക് മുൻപ് ഇവിടത്തെ പഞ്ചായത്ത് ഏറ്റെടുത്തത്. അടുത്ത് ആള് നിന്നാൽ പോലും കാണാനാവാത്ത ഉയരത്തിൽ കാട് മൂടി കിടക്കുന്നു. ചിലന്തിക്കുഴിയിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരം കാട്ടിലൂടെ നടന്നാലേ ഇവിടെ എത്താനാകൂ. ഇവിടെ മൃതദേഹത്തിന്റെ അരികിൽ ഉറ്റവർ കാവലിരിക്കേണ്ട അവസ്ഥയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ചുറ്റുമതിലോ യാതൊരു സംരക്ഷണ ഭിത്തികളോ ഇല്ലാതെയാണ് ഇവിടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത്. ഈ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങളെ വന്യമൃഗങ്ങൾ രാത്രി എത്തി വികൃതമാക്കാതിരിക്കാനാണ് ഉറ്റവർ ഇവിടെ കാവലിരിക്കുന്നത്. മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി എത്തിക്കണമെങ്കിൽ വളരെ ദൂരം ചുമക്കണം. വഴിയോ ചുറ്റുമതിലോ അത്യാവശ്യ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ അടുത്തുള്ള ഒരു കോളനിയിലെ താമസക്കാരൊഴികെ മറ്റാരും ഇവിടേക്ക് മൃതദേഹവുമായി എത്താറില്ല. ഇവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 18 കൊല്ലത്തിന് മുകളിലാകും. അഥവാ ഒരു ബോഡി ഇവിടെ നമ്മൾ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം 2 ദിവസം ആ ബോഡിക്ക് കാവലിരിക്കേണ്ട സ്ഥിതിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മൃഗങ്ങൾ ഒരു കോമ്പൗണ്ട് ഒന്നുമില്ല. വനത്തിൽ നിൽക്കുന്ന കാടും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. കാര്യം ഏത് സമയവും വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയം, ആനയായാലും ഏത് മൃഗങ്ങൾ ഇറങ്ങുന്ന സമയമാണ്. അത് ഈ ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലും കാരണം കൊണ്ട് ചിലപ്പോൾ അതൊക്കെ കടിച്ചു കൊണ്ട് പോകുമോ. അതുകൊണ്ട് പിന്നെ അടുത്തൊരു ബോഡി വരുന്ന സമയത്ത് ഇത് എവിടെയാണോ നേരത്തെ ഒരു ബോഡി ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പോൾ കാടൊക്കെ കയറി മൊത്തം മൂടി അങ്ങനത്തെ അവസ്ഥയാണ്. സാധാരണ നമ്മളൊരു ബോഡി കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ 4 പേര് ചുമന്നൊക്കെയാണ് സാധാ ഒരു ബോഡി എവിടെയായാലും നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, തിരിച്ചാണ്. കാര്യം നമ്മൾ തലയ്ക്ക് ഒരു ചെമ്പിട് നമ്മൾ വിറകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം നമ്മുടെ തലയ്ക്ക് വെച്ച് ചുമന്നുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് ഒരു ബോഡി തലയ്ക്ക് ചുമന്നുകൊണ്ട് വരിക. അപ്പോൾ അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ബോഡികൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ. നമ്മുടെ ഈ കുറ്റിച്ച പഞ്ചായത്തിന് നമുക്ക് ഉള്ള ഒറ്റ ഈ ഒരു ശ്മശാനമാണ് ഉള്ളത്. വൈകുന്നേരത്തോടടുക്കുന്ന സമയമാണിത്. ഇരുട്ടിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് ആളുകൾ വരാതെയാകും. കാരണം വേറൊന്നുമല്ല, വന്യമൃഗങ്ങളുടെ ശല്യം തന്നെയാണ്. നിലവിൽ മാർനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു വൈദ്യുതി ശ്മശാനമുണ്ട്. സമീപത്തെ പല പഞ്ചായത്തുകളിലും ശ്മശാനമൊരുക്കാൻ ഭൂമി കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെയുള്ള ഭൂമി ഉപയോഗപ്പെടുത്താൻ ശ്രമമുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. പൊതു ശ്മശാനമൊരുക്കാൻ ആദ്യം വേണ്ടത് വാഹനമെത്താനുള്ള വഴിയും സംരക്ഷണത്തിന് ചുറ്റുമതിലുമാണ്. തുടർച്ചയായ ശ്രമമുണ്ടായാൽ പദ്ധതി യാഥാർത്ഥ്യമാകും. ഇതിനായി നാട്ടുകാർ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും പരിഗണിക്കുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. 3 സെന്റ് സ്ഥലം ഇതാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ സ്ഥലമുള്ളിടത്തോളം കാലം നമുക്ക് ശ്മശാനത്തല്ല, അല്ലാതെ നമ്മളെ വീട്ടിൽ അടക്കം നമ്മളെ കൊണ്ട് പറ്റൂല. ഒരാളിന് പോലും നടന്നു നോക്കൂല. 4 പേരില്ലാതെ ഒരു ജഡത്തിനെ കൊണ്ടുപോകാൻ ഒക്കൂല. 2 പേരും ഇതെടുക്കാതെ. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരു നിവർത്തിയില്ല. നമുക്ക് ആരെങ്കിലും ഒരാളെ മരിച്ചാൽ നമ്മളെ വീട്ടിൻ്റെ നടയിൽ വെച്ചോണ്ടിരിക്കാനൊക്കെ ഒത്തിരി രാത്രിയായി പോയ ആന, പന്നി ശല്യം. ഗവൺമെൻറ് ആയിരുന്നാലും ശരി, പഞ്ചായത്തിൽ നിന്നായിരുന്നാലും ശരി, നടപടി ക്രമീകരണമായിട്ട് ഞങ്ങൾക്ക് ഈ വഴി തന്നേ പറ്റുള്ളൂ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫണ്ടെടുത്ത് എന്തെങ്കിലും ഏത് സാഹചര്യം ചെയ്തായിരുന്നാലും ഞങ്ങൾക്ക് ഈ വഴി ക്രമീകരണം ഉണ്ടാക്കി തന്നേ മതിയാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് ഞങ്ങളിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിലെടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ബോഡി കൊണ്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കും. അത് മാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. ഇനി ഈ പ്രദേശവാസികളോട് സർക്കാർ കാണിക്കുന്നത് കണ്ണില്ലാത്ത ക്രൂരതയാണ്. ക്യാമറാമാൻ അനുജ് ആനാവൂരിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.
പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. Thank you.